ഭഗവാൻ ഉണർത്തിയിട്ടുള്ളത്. അതുപോലെ ഇവിടെയും കോപത്തിനടിമപ്പെട്ട് ഇതികർത്തവ്യതാമൂഢൻ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യണമെന്നറിയാതിരിക്കുന്ന ലക്ഷ്മണനെ ജീവിത പന്ഥാവിലേക്ക് കൊണ്ടുവരുന്നതിന് ജീവിതം എന്ത്, ജീവിതം എന്തിന്, ജീവിതം എങ്ങനെ, ഇത് മൂന്നുണ്ട്. ലക്ഷ്മണോപദേശം ശരിക്കും വായിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇതാ. എന്താണ് ജീവിതം, എന്തിനാണ് ജീവിതം, അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ നിന്നുകൊണ്ട് എഴുത്തച്ഛൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ഒരാളെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ആ ആളെക്കുറിച്ച് നന്നായി പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളെക്കുറിച്ച് നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ അത്രയും നമ്മുടെ കയ്യിലായിരിക്കും അവരുടെ നിയന്ത്രണം എന്നുള്ളത്, അല്ലേ? അപ്പോൾ ചെറുതിൽ നിന്നാണ് ആരംഭിക്കുന്നത്, എല്ലാവരും അതെ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആരംഭിച്ച് ബന്ധങ്ങൾ വളരുന്ന സമയത്ത് രാമൻ ഏതൊക്കെ സമയങ്ങളിൽ തൻ്റെ ജീവിതത്തിൽ അതികഠിനമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ സന്തത സഹചാരിയായിട്ട് ലക്ഷ്മണൻ കൂടെയുണ്ട്. എവിടെയുണ്ട് ലക്ഷ്മണന്റെ സ്വാധീനം, ലക്ഷ്മണന്റെ സാമീപ്യം ശ്രീരാമചന്ദ്രൻ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ അനുജനെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുള്ള ആളാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെ അറിയുക എന്നുള്ളതാണ്, അല്ലേ? അറിയൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഒരാളോടും കൂടെ നമ്മൾ എന്തെങ്കിലും ഇന്നലെ നടന്നൊരു പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചു നോക്കി, അവരെന്താ പറയുക അറിയോ? ഞാനൊന്ന് പഠിച്ചിട്ട് അഭിപ്രായം പറയാമെന്നാ പറയാം. അല്ലാണ്ട് ചാടിക്കേറി വളവള ഒന്നും പറയില്ല, അല്ലേ? നല്ല പക്വതയുള്ള നേതാവ് സംസാരിക്കാൻ നമ്മൾ വേണ്ടിയിട്ടുണ്ട്. അവര് പതുക്കെ സംസാരിക്കും. എന്തിനാ അതിന്റെ അർത്ഥം? ഒരു വാക്ക് പറഞ്ഞ് അടുത്തത് എന്താണ് പറയേണ്ടതെന്ന് ആലോചിക്കും അവര്. പറഞ്ഞ വാക്കുകളുടെ ഉടമയാണ് നമ്മൾ, പറയാത്ത, അല്ലെ? പറഞ്ഞ വാക്കിന്റെ അടിമയാണ്, പറയാത്ത വാക്കിന്റെ ഉടമയുമാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ അക്ഷരം അഗ്നിയാണ്. അതുകൊണ്ട് ലോകത്തെ കത്തിക്കുവാൻ സാധിക്കും. അത്ര മൂർച്ചയുള്ള ആയുധമാണ് അക്ഷരം. വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു ഉപകരണമാണത്. കാരണം അതിന് നാശമില്ല. പ്രത്യേകിച്ച് ഇപ്പം പ്രത്യേകിച്ചില്ല. എവിടെയെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. പണ്ട് ഇവിടെ പറഞ്ഞ ഇവിടെ കഴിഞ്ഞു, അതല്ല. ലോകം മുഴുവൻ എവിടേക്കോ എത്തുന്നുണ്ടാവും. അതാണ് ക്ഷരമില്ല, നാശമില്ല ഇതിന്. അപ്പോൾ വളരെ കൃത്യമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ അറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ പറഞ്ഞു. ഈ ലക്ഷ്മണനെ അറിഞ്ഞിട്ടാണ് ശ്രീരാമദേവൻ സത്യത്തിലെ ഉപദേശത്തിന് വേണ്ടി മുമ്പോട്ട് വരുന്നത്. അതിൽ അതിമനോഹരമായ ജീവിതത്തിന്റെ പച്ചയായിട്ടുള്ള സത്യങ്ങളെ പറയുന്ന മനോഹരമായിട്ടുള്ള ഉപമകൾ കാണാൻ സാധിക്കും. ഇതിലും നന്നായിട്ട് ജീവിത സത്യങ്ങൾ പറഞ്ഞു തരുന്ന, മറ്റു ലളിതമായി പറഞ്ഞു തരുന്ന, ലളിതാന്ന് നമുക്ക് തോന്നുന്നില്ല, പക്ഷെ ലളിതമാണ് കാര്യം, മറ്റൊരു ഗ്രന്ഥമില്ല. അതാണ് അധ്യാത്മരാമായണത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലേ? എന്താണ് ജീവിതം, അല്ലെ? ഒരു വരി നമ്മൾ കേട്ട് കണ്ടേ പഠിച്ചിട്ടുള്ള വരിയുണ്ട്. എന്താണ്? ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ കാലാഹിന പരിഗ്രസ്ഥമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഇത്രയും മനോഹരമായിട്ട് മനുഷ്യജീവിതത്തെ വരച്ചു വെച്ചിട്ടുള്ള ഒരു വരി നമുക്ക് ഏത് ഗ്രന്ഥത്തിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. ഒരുപക്ഷെ ഇതിന്റെ സംസ്കൃതം എടുത്തു കഴിഞ്ഞാൽ ഇത്ര ഭംഗി ഉണ്ടാവില്ല. സംസ്കൃതം ഉണ്ട്. ഇതേപോലെ അധ്യാത്മരാമായണത്തിൽ രാമാനുജാചാര്യൻ എഴുതി ചേർത്തിട്ടുണ്ട്. യഥാവ്യാളകൾ അസ്ഥോഭി ഭേഗോദംശാനപേക്ഷതേ. ഒരു സുഖം കിട്ടൂല വായിക്കുമ്പോൾ നമുക്ക്, അല്ലേ? തഥാ കാലാകിനാഗ്രസ്തോ ലോകോ ഭോഗാന ശാശ്വതാൻ. നോക്കി അതിനേക്കാളും എത്ര ഭംഗിയായിട്ടാണ് എഴുത്തച്ഛൻ ഇതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് തന്നില്ല. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ.
ഇതാണ് മനുഷ്യ ജീവിതം അല്ലേ. അതിന്റെ അർത്ഥമെല്ലാം നമുക്ക് ഒരുപാട് തവണ കേട്ടാൽ നമുക്കറിയാം. ചക്ഷുശ്രവണൻ, പാമ്പ്. ആ പാമ്പിന്റെ വായിൽ അകപ്പെട്ട ഒരു തവള, അതിനതിങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ആ പാമ്പിന്റെ വയറ്റിലേക്ക് അത് പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ തവള എന്താ ചെയ്യുന്ന അറിയോ? പുറത്തേക്ക് നാവ് നീട്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് മനുഷ്യ ജീവിതമായിട്ടുള്ള ബന്ധം എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാലാഹിന പരിഗ്രസ്ഥമാം ലോകവും. നമ്മളൊക്കെ ഇതുപോലെ വലിയൊരു പാമ്പിന്റെ വായിലുള്ളത്. അതേത് പാമ്പാ? കാലമാകുന്ന പാമ്പ്. ഇതാ 38 കൊല്ലം വിഴുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇനി എത്ര ഉണ്ട് എന്ന് എനിക്കറിയില്ല. 65 കൊല്ലം ആയിട്ട് ഇങ്ങനെ ഏകദേശം 65% ഉള്ളിൽ പോയവരുണ്ടാവും. അത് നമ്മൾ 120 എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല അല്ലേ. നമ്മളങ്ങ് വിചാരിക്കാം ഞാനിപ്പോ ഒരു 200 കൊല്ലം ഉണ്ടാവുന്നില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഏകദേശം 38-39% വിഴുങ്ങി. ഇനി എത്ര ഉണ്ട് നമുക്ക് അറിയൂല. എന്നിട്ടും കാലാഹിന പരിഗ്രസ്ഥമാം ലോകവും എന്ത് ചെയ്യുന്നു? ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. എന്നിട്ടും സുഖിക്കണം 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 എന്നുള്ള ചിന്ത ഓരോ നിമിഷവും. അപ്പൊ നമുക്ക് തോന്നും ഇതന്നെയല്ലേ ജീവിതം, പിന്നെന്തിനാ? അപ്പൊ ഈ സുഖങ്ങൾക്ക് പുറകെ നമ്മൾ പോകുമ്പോഴും അതൊക്കെ സാതിശയമായ സുഖങ്ങളാണ് നമ്മൾ തേടുന്നതല്ല. കാരണം നമ്മൾ തേടുന്ന സുഖങ്ങൾ ഒന്നെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന സുഖം, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള സുഖമേ നമുക്കുള്ളൂ അല്ലെ. ഒന്നെങ്കിൽ കണ്ണിനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങൾ നമ്മൾ യാത്ര ചെയ്യും. യാത്ര ചെയ്താൽ മാത്രം പോരാ, അത് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആക്കിയിട്ട് മറ്റുള്ളവരെ കൊതിപ്പിച്ച് അല്ലേ. എന്താ പറയുക, ഓനല്ല എവിടെയല്ല പോയത് ഭഗവാനെ, ഞാൻ നോക്കി ഇല്ലാത്ത പൈസ കടം മേടിച്ച് നമ്മളും പോകും പറ്റിയ അല്ലേ. ഇത് വലിയൊരു പ്രശ്നമാണ്. ഫോമോ എന്ന് പറയും ആധുനിക മനഃശാസ്ത്രത്തിൽ. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഞാനും ഇതിനകത്ത് ഔട്ടാവുമെന്ന് പഠിച്ചിട്ട് നമ്മളെല്ലാം സ്റ്റാറ്റസ് ഇടുന്നത്. കാരണം എല്ലാവരും ലോകത്ത് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പോയിട്ടില്ലേ മോശമല്ലേ, നമ്മളും പോവും അല്ലേ. അങ്ങനെയാണ്. അപ്പുറത്തെ വീട്ടിലെ അല്ലെ കുഞ്ഞിക്ക് 2 ഓട്ടയുള്ള പാൻറ്റാണ് നമ്മൾ 6 എണ്ണമില്ല മതി, 4 എണ്ണം 8 എണ്ണം. ഓട്ടകളുടെ എണ്ണമാണ് ഇപ്പൊ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പണ്ട് ഓട്ടയുള്ളത് വലിച്ചെറിയില്ല, ഇപ്പൊ അങ്ങനല്ല, പാൻറ് വാങ്ങിയിട്ട് ഓട്ടയാക്കും. അതിൻ്റെ അത് ആ ഭാഗം സ്റ്റാറ്റസ് എടുത്തിട്ടു. അപ്പൊ കണ്ണിനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, മൂക്കിനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ അല്ലെ. കുട്ടികളുടെ ഭക്ഷണമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളാണ് അതിന്റെ ക്വാളിറ്റികൾ നോക്കുക. നമ്മൾ ബേക്കറി പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഭക്ഷണം ഒരുക്കി വെച്ചാൽ എങ്ങനെയാ നമ്മളുണ്ട്, കളറിലാണ്. അവരുടെ ശ്രദ്ധ ആദ്യം പോകുന്നതില്ല, നിറത്തിലാണ്, അല്ലാണ്ട് അതിന്റെ ക്വാളിറ്റിയിലൊന്നുമല്ല. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും, കോഴീന്റെയും കുരങ്ങന്റെയും ഉള്ളിൽ ജീരകം ഉണ്ടായി വെക്കും. അത് എന്തെല്ലോ കളറും. കുട്ടികൾ അത് കരഞ്ഞു മേടിക്കും. കാരണം പരസ്യ കമ്പനിക്കാർക്ക് അറിയാം കുട്ടികൾ ശ്രദ്ധിക്കുന്ന എന്താണ്, ക്വാളിറ്റിയേക്കാൾ ഉപരി കണ്ണിനാകർഷകം തരുന്ന വസ്തുക്കളാണ് അവർ തിരഞ്ഞെടുക്കുക. കാലാഹിന പരിഗ്രസ്ഥമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ഇങ്ങനെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ പഞ്ചേന്ദ്രിയങ്ങളെയും മതിപ്പിച്ചുകൊണ്ടുള്ള സുഖത്തിനാണ് നമ്മൾ എല്ലാ ദിവസവും ശ്രമിക്കുന്നത്. എല്ലാവരും അതെ, എല്ലാതെ നല്ല കടക്കേ കടക്കാൻ കാരണം എന്താ, ത്വക്കിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. എന്ത് കഴിച്ചാലും വിശപ്പു എന്ന് കരുതി ഭക്ഷണത്തിൽ നമ്മൾ പുതുമകളും വെറൈറ്റിയും കൊണ്ടുവരുന്നത് നാവിന്റെ സുഖത്തിന് വേണ്ടി. ഇവിടുന്ന് അങ്ങോട്ട് ഈ ചെക്ക് പോസ്റ്റ് കടന്ന് അങ്ങോട്ട് പോയ പിന്നെ എല്ലാം ഒന്നാ. അതിനപ്പുറം അല്ലെ, വീട്ടിൽ 22 കറി ഉണ്ടെങ്കിലും അത് 22 പാത്രത്തിലാണെങ്കിലും അല്ലെ, ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പുളിശ്ശേരിക്ക് വേറൊരറ, പപ്പടം പൊട്ടാണ്ടിരിക്കാൻ വേറൊരറ അല്ലെ. ഇങ്ങനൊന്നും ഇല്ല, ഉണ്ടോ? ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ എല്ലാം ഒന്നിലേക്കാ. പക്ഷെ ഇവിടുന്ന് ഒന്ന് കടന്നു പോണെങ്കിൽ അല്ലെ വലിയ പണിയാ. ഇത്രയേ ഉള്ളൂ. അരച്ചാൻ നീളമുള്ള ഈ നാവ് ഒന്ന് കടത്തി വിടണമെങ്കിൽ വലിയ പ്രയാസ. ഇതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് അമ്മമാരെല്ലാ ദിവസവും. എന്നിട്ട് കറി ആക്കി തന്നാൽ നമ്മളെന്താ പറയാ, കുഴപ്പമില്ല. ഇന്നേ വരെ നമ്മള് നല്ലൊരു കറി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി തന്നാളുടെ മുഖത്ത് നോക്കി നന്നായി എന്ന് പറയില്ല. ഇനി ചോദിച്ചാൽ തന്നെ എന്താ പറയാ, കുഴപ്പമില്ല. നമ്മളങ്ങ് എന്നാലും കുഴപ്പം നമ്മൾ ആദ്യം വെക്കുക. മനസ്സിലായില്ല? അത് ഉണ്ടാക്കി തരുന്നവർക്ക് ഏറ്റവും സന്തോഷമാണ്. എന്തത്, അവരതുകൊണ്ടാണ് ഈ സാരിയെല്ലാം ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നത്. കുറച്ചു നേരം ഒഴിച്ച് തന്നിട്ട് നമ്മളെ മുഖമെല്ലാം നോക്കുന്നത് എന്തിനാണെന്ന് അറിയാം. ഒന്ന് കേൾക്കണം. എന്ത് കേൾക്കണം? നല്ലതാന്ന് കേൾക്കണം. നമ്മൾ കൊന്നാലും കഴുത്തിന് പിടിച്ച് ചോദിച്ചാലും പറയില്ല. ഒന്ന് മടക്ക് പറഞ്ഞു നോക്കണം.
വെറുതെ പറഞ്ഞാൽ വെറുതെ കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇന്നലത്തെക്കാട്ടും വെച്ചാട്ടാ ഇന്നൊന്ന് പറഞ്ഞു നോക്കി. പക്ഷേ അതാണ്. അപ്പൊ 5 ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ അല്ലെ, ഈ 5 എണ്ണത്തിന് നമ്മൾ ഋഷീകങ്ങൾ എന്നാണ് പറയുക. എന്താ പറയാ? ഋഷീകങ്ങൾ. ഋഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നാണ് അർത്ഥം. ഋഷീകം ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഋഷികേശൻ ഉണ്ട് അല്ലേ? ഋഷികേശൻ അതാരാ? ശ്രീകൃഷ്ണ ഭഗവാനെ, മഹാവിഷ്ണുവിനെ സംബോധന ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച പദമാണ് ഋഷികേശൻ. അപ്പോൾ സത്യത്തില് ഋഷീകങ്ങളിൽ നിന്നും അനുഭവിക്കുന്ന സുഖം ഋഷികേശൻ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ആത്മതത്വം ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്നിടത്തോളമാണ് നമ്മുടെ കണ്ണിനും മൂക്കിനും നാക്കിനും ത്വക്കിനും ചെവിക്കും ഒക്കെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം കിട്ടുക. ഇത് ഒരു പരിധി കഴിയുമ്പോൾ കുറഞ്ഞു പോകും. അത് ഋഷികേശന്റെ കുഴപ്പമല്ല അല്ലേ? കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബൾബ് കുറെ കാലം കഴിയുമ്പോൾ അടിച്ചു പോകും. കറണ്ട് അവിടെ തന്നെ ഉണ്ടാവും. സമയമാകുമ്പോൾ അതങ്ങ് പോകും. കറണ്ടിന്റെ കുഴപ്പമല്ല അത് ശരീരത്തിന്റെ പ്രാരബ്ധം അവസാനിക്കുന്ന സമയത്ത് ഇതങ്ങ് പോയിക്കോളും. പക്ഷെ എന്നാലും ആ ശക്തി അല്ലെ, എനർജി അത് മുഴുവൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളോട് പറയും, എഴുത്തച്ഛൻ വളരെ കൃത്യമായിട്ട് പറയും, നിങ്ങൾ ഋഷീകങ്ങളെ തൃപ്തിപ്പെടുത്തുമ്പോഴും ഋഷികേശനെ കൂടി നിങ്ങൾ അന്വേഷിക്കണം. ഋഷികേശനെ കൂടി തിരിച്ചറിയണം. അതാണ് ആനന്ദം, അതാണ് ബ്രഹ്മാനന്ദം അല്ലെ? എങ്ങനെയുള്ള ഋഷികേശൻ? അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ ഞാനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമ. ജപിക്കൂ. നാരായണായ നമ, 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 നാരായണായ നമ. ഈശ്വരനെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഏത്? നാമജപം എന്നുള്ളത്. വലിയ ചിത്രം കൊണ്ട് നടക്കാം, നമുക്ക് ഇടക്കിടക്ക് എടുത്ത് നോക്കാം, ഗ്രന്ഥം കൊണ്ട് നടക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ എളുപ്പം നാരായണൻ എന്നുള്ള നാമ. ഏത് ഭഗവാനെയാണോ നമുക്ക് ഇഷ്ടദേവൻ, എല്ലാം ഒന്നാ. ഇനി ശിവനെ വിളിക്കുമ്പോൾ നമുക്ക് എന്റെ ഭഗവാനെ, മഹാവിഷ്ണുവിന് ദേഷ്യം ഉണ്ടാവുമോ? ഒന്നും തോന്നണ്ട അല്ലേ? ശിവനെ വിളിക്കുമ്പോൾ നമ്മൾ ഓം നമഃശിവായ എന്നാണ് ജപിക്കുക. നാരായണനാണെങ്കിലും ഓം നമോ നാരായണായ, ഓം പരാശക്തിയെ നമ. ആദ്യം എന്ത് മുമ്പിൽ വെക്കും? ഓം എന്ന് വെക്കും. അതെന്താ? ഓം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപാണ്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ, ഈശ്വരന്റെ നാമമാണ് ഓം എന്നുള്ളത്. അപ്പൊ എല്ലാം ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് വെക്കുന്നത്? ഓം വെക്കുന്നു. ദ്വൈതം ഇടക്കിടക്ക് നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ ദ്വൈത ഭാവന ഇല്ലാതെ ഒന്ന്, ആരെ വിളിച്ചാലും ഒന്നാ, ഒന്നിലേക്ക് മാത്രം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഋഷി അടിവരയിട്ട് പറയുന്ന ഇത്. ഏത് ഭഗവാനെ നിങ്ങൾ ഉപാസിച്ചാലും ഒന്നിലേക്കേ പോളും. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. സ്വാമി വിവേകാനന്ദൻ തന്റെ ചിക്കാഗോ പ്രസംഗത്തിൽ 2 ശ്ലോകങ്ങൾ മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ. അതിൽ ഒന്നിതാ. ഭാരതീയ സംസ്കാരത്തിന്റെ മഹിമ ലോകത്തിന് പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ഉദ്ധരിച്ചിട്ടുള്ള ശ്ലോകങ്ങളിൽ ഒന്നിതാ. രണ്ടാമത്തേതാ? യഥാം പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹം മമ വത്മാനുവർത്തന്തേ മനുഷ്യാഹ പാർത്ഥ സർവശ. ഗീതയിൽ നിന്നെടുത്തിയ. ഏത് ഭാവത്തിലാണോ, ഏത് രൂപത്തിലാണോ എന്നെ ആരാധിക്കുന്നത്, എല്ലാം ഒന്നിലേക്ക് എത്തുന്നു എന്ന് പഠിപ്പിക്കുന്ന ഏക സംസ്കാരം അത് നമ്മുടെ സംസ്കാരമല്ല. അത് ഉറക്കണം നമ്മുടെ ഉള്ളിൽ. ദേവിയെ വിളിച്ചാലും കൃഷ്ണനെ വിളിച്ചാലും ഗുരുവായൂരപ്പനെ വിളിച്ചാലും ഭഗവാനെ വിളിച്ചാലും ഓമിലേക്ക് മാത്രം, ഒന്നിലേക്ക് മാത്രം. പക്ഷെ ദേവതാ സങ്കല്പങ്ങൾ അല്പം വ്യത്യാസമുണ്ട് അല്ലെ? എല്ലായിടത്തും ഉണ്ട്. ദേവതാ സങ്കല്പങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും ഒന്നൊന്ന് പഠിപ്പിക്കുന്ന തത്വം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു
ക്രമത്തിൽ ഇതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഋഷികേശൻ എന്നുള്ള ആ അല്ലെ അർക്കൻ, അനലൻ, ഇതിനൊക്കെ നമുക്ക് കാണണമെങ്കിൽ കണ്ണു വേണം. കണ്ണിന് കണ്ണ് മനസ്സാ. കണ്ണുകൊണ്ട് ഇപ്പം നോക്കിക്കൊണ്ടെല്ലാം കാണാൻ നിർബന്ധമൊന്നുമില്ല. പലരും റോഡിലേ പോകുന്നുണ്ട്, വണ്ടി പോകുന്നില്ല. ഏതൊക്കെ വണ്ടിയെ വെച്ച് എനിക്കൊന്നും അറിയൊന്നുമില്ല അല്ലേ. കാരണം എന്തുകൊണ്ടാ? മനസ്സവിടെ ഇല്ല. മനസ്സുകൊണ്ട് നോക്കണം. മനസ്സെപ്പോഴും സംശയം ഉണ്ടാക്കുന്ന, മനസ്സിന്റെ കൂടെ ബുദ്ധി കൊണ്ട് നോക്കിയാൽ ഇന്നതാണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നിശ്ചയാത്മിക എന്നുള്ള പ്രവൃത്തിയാണ് ബുദ്ധി ചെയ്യുന്ന പ്രവർത്തനം. ആ ബുദ്ധിയെയും പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യത്തിനാണ് നമ്മൾ എന്ത് പറയാ? ആത്മതത്വം, ആത്മചൈതന്യം എന്ന്. അതാണ് ഞാനെന്നറിയുമ്പോൾ അല്ലെ, ആ തത്വമാണ് നമ്മൾ ഉറയ്ക്കുമ്പോൾ. ശരീരം, അത് ശരീരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശീര്യത്തെ, നശിക്കുന്നത് എന്നർത്ഥം, വേറൊന്നുമില്ല അർത്ഥം അല്ലെ. ദേഹം എന്ന് പറഞ്ഞാല് ദഹിക്കുന്നത് എന്നാണ് അർത്ഥം. നോക്കി, എന്ത് ദേഹം ദഹിക്കുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. അത് അഗ്നിക്ക് ഇരയാവുന്നത് കൊണ്ടാണ് എന്ത് പേരിടുന്നത്? ദേഹം എന്ന്. അപ്പൊ ദേഹത്തിന് അധ്യക്ഷനായിട്ടുള്ളത് ദേഹിയാണ്. അതുകൊണ്ടാണ് നിരതിശയമായിട്ടുള്ള സുഖത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞത്? ഉള്ളിലേക്ക് നോക്കി അനുഭവിക്കാൻ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും നല്ല ജീവിതത്തിന്റെ ഇത്രയും നല്ല ഉപമ കാട്ടിത്തരുന്ന മറ്റൊരു ഗ്രന്ഥം, വരികൾ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റില്ല. അത്ര ശ്രേഷ്ഠതയുണ്ട് ആ വരികൾക്ക്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ കലാഹിന പരിഗ്രസ്ഥമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്നുള്ള വരികൾക്ക്. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതം അതാ. മരിക്കാൻ കിടക്കുന്ന ആളും അല്ലെ, ഇപ്പം പോകുന്ന കണ്ടാലും എന്നാലും എന്താണ് ഡോക്ടർ എന്താ എഴുതുക? ഇളനീര് കൊണ്ടു കൊടുത്തു എന്ന് പറയാം അല്ലെ. ഇതാണ് കുറച്ചും കൂടെ നാവിന് സുഖാത. കലാഹിന പരിഗ്രസ്ഥമാം ലോകവും, ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഭോഗം അല്ലെ, ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ടാണ് നിരന്തരം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വരികൾ അത്രയും മനോഹരമാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതില് മനോഹരമായിട്ടുള്ള ഉപമ എന്ന് പറയുന്ന അലങ്കാരത്തെ എഴുത്തച്ഛൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലെ. ഉപമ എന്നൊക്കെ ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ ഒന്നും കിട്ടൂല അല്ലെ. പണ്ട് മലയാളം പഠിച്ച പഴമക്കാരോട് ചോദിക്കണം. അപ്പോ എന്തും ഉപമിച്ച് പറയുമ്പോൾ കേൾക്കാനൊരു ഭംഗിയാണ്. ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഭംഗിയാണ്. അങ്ങനെ ഉപമ ഉപയോഗിക്കുന്നതിൽ രാജാവാണ് ആര്? കാളിദാസ മഹാകവി. അദ്ദേഹത്തിന്റെ ഒറ്റ പ്രയോഗം കേട്ടാൽ തന്നെ അദ്ദേഹത്തിന്റെ വലുപ്പം എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാവും. ഇന്ദുമതി സ്വയംവരം വർണ്ണിക്കുന്ന ഒരു രംഗമുണ്ട് രഘുവംശത്തിൽ. ഇന്ദുമതി വിവാഹങ്ങൾ, 6 തരത്തിലുള്ള വിവാഹങ്ങളിൽ ഒന്നാണ് സ്വയംവരം. പഴയകാലം സ്വയംവരിക്കുക. കന്യകയെ നേടണമെന്ന് ആഗ്രഹമുള്ള രാജാക്കന്മാർ ഇങ്ങനെ നിരന്നിരിക്കും ഇങ്ങനെ. അപ്പോൾ ഓരോ രാജാക്കന്മാരുടെയും ചരിത്രം കൃത്യമായി അറിയുന്ന ഒരാൾ ഈ മാലയുമായിട്ട് ഓരോ വരന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവന്റെ ചരിത്രം മുഴുവൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം? വരണമാല്യം ചാർത്താം, ഇല്ലെങ്കിൽ അടുത്ത ആളുടെ അടുത്തേക്ക് പോവാം. ആദ്യം വന്നവരൊക്കെ സീറ്റ് കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അവസാനം ലേശം വൈകി വന്നവരൊക്കെ അങ്ങറ്റത്താ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇതിനെ വർണ്ണിക്കണം. നമ്മളൊക്കെ എത്ര പേജ് എഴുതുന്നറിയാം? എത്ര പേജ് എഴുതും ഇതിനെക്കുറിച്ച്? കുറേ എഴുതാണ്ടോ നമുക്ക് അല്ലെ. ആ ഇരിപ്പും ആ ഭംഗിയും ഒക്കെ. കാളിദാസൻ 4 വരികൾ എഴുതിയിട്ടുള്ളൂ. കാര്യം കൃത്യമായി പറഞ്ഞു തന്നു. 4 വരികൾ, 4 വരികൾ അത്രയേ ഉള്ളൂ. ഇതിന്റെ ഈ രാജാക്കന്മാരുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഇന്ദുമതി, ആ സുന്ദരിയായ ഇന്ദുമതിയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന രാജാക്കന്മാരുടെ മുമ്പിലേക്ക് വരണവുമാലയുമായി അവൾ പോകുമ്പോൾ അവരുടെ ഭാവത്തെ വർണ്ണിക്കാൻ കാളിദാസന് 4 വരികളെ വേണ്ടി വന്നിട്ടുള്ളൂ. ഏതാ വരികൾ? സഞ്ചാരിണി ദീപശിഖേവരാത്രൗ യം യം വ്യതീയായ പതിം വരാസ നരേന്ദ്രമാർഗാട്ട ഇവ പ്രപേദേ വിവർണഭാവം സസഭൂമിപാല. നോക്കി, അതിൻ്റെ ഒരു ആസ്വാദനത്തിന്റെ അങ്ങേയറ്റമാണ് ആ പദ്യം. സഞ്ചാരിണി ദീപശിഖേവരാത്രോ അല്ലെ.
നല്ല ഇരുട്ടുള്ള സമയത്ത് ദീപവും പിടിച്ചുകൊണ്ട് ഒരാൾ രാജമാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ഭാവന നമ്മുടെ മനസ്സിലേക്ക് കിട്ടണം. നല്ല ഇരുട്ടാ, കൂരാക്കൂരി ഇരുട്ടാ, കയ്യിൽ എന്തേ ഉള്ളൂ? ഒരു ദീപശിഖ. അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇതിലൂടെ രാജമാർഗത്തിലൂടെ നടന്നു പോവുക. അപ്പൊ എന്താ സംഭവം? വ്യതിയായ എവിടെയാണോ നിൽക്കുന്നത് അവിടെ മാത്രം എന്ത് ചെയ്യും? തിളങ്ങി നിൽക്കും അല്ലേ? ടോർച്ചാണ് നമുക്ക് നീളത്തിൽ അടിച്ചുവിടാം. ഇതെന്താണ്? എമർജൻസിയാണ്. ഇതിപ്പം നിൽക്കുന്നിടത്ത് എന്തുണ്ടാവുള്ളൂ? പ്രകാശം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഏത് രാജാവിന്റെ മുമ്പിലാണോ നിൽക്കുന്നത് അയാളുടെ മുഖം ഇങ്ങനെ തിളങ്ങിയാണ്. ഇതിപ്പം എൻ്റെ കഴുത്തിലേക്ക് വീഴും ഈ സാധനം അല്ലേ? മരണമാല്യം. ഇപ്പുറത്തിരിക്കുന്നവരെ മുഖമെല്ലാം മങ്ങി, എന്നാ കടന്നുപോയില്ലേ, ഇനിയിപ്പോ എന്താ അല്ലേ? ഇനി അടുത്ത സ്വയംവരത്തിന് പോയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല അല്ലേ? ഏതായാലും ഇന്ദുമതി ബേക്കടിച്ച് വരാൻ സാധ്യയില്ല. അപ്പൊ ഇവരുടെ മുഖമൊക്കെ എന്തായി? മങ്ങി. അപ്പുറത്തുള്ളവരെ മുഖവും മങ്ങി. ഇത് എപ്പോ ഇവിടെ എത്താനപ്പ അല്ലേ? ഇവരെല്ലാം കവർ ചെയ്തിട്ട് വേണം എന്ത് ഈ വരണമാല്യം എൻ്റെ മുമ്പിലേക്ക് എത്താൻ. ഞാനാണ് ലേശം വൈകിയും പോയി, അങ്ങ് അറ്റത്തായി പോയി സീറ്റ്. അപ്പൊ അവരുടെയൊക്കെ മുഖം ഇങ്ങനെ എന്താണ്? മങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇന്ദുമതി ഈ വരണമാല്യം കൊണ്ട് യാതൊരു രാജാവിന്റെ മുമ്പിലാണോ നിൽക്കുന്നത് ആ രാജാവിന്റെ മുഖം ഇങ്ങനെ 110ന്റെ ബൾബിട്ട പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുക. ഇപ്പം എൻ്റെ കഴുത്തിൽ ഇങ്ങനെ വീഴും. ആ വർണ്ണനയിലൊക്കെ കേൾക്കുമ്പോ അവൾ അടുത്തടുത്തേക്ക് പോകും. അയാളുടെ മുഖം മങ്ങി. മനസ്സിലായില്ലേ? ഇങ്ങനെ എഴുതാൻ നോക്കും 4 വരിയെ കാളിദാസന് ആവശ്യം വന്നിട്ടുള്ളൂ. ഇതിലും ഭംഗിയായിട്ട് ഇതിനെ വർണ്ണിക്കുവാൻ മറ്റൊരു വരികൾ കൊണ്ടാവുകയില്ല. മറ്റൊരു ഏത് രീതിയിൽ ഇതിനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാലും വർണ്ണിച്ചു കഴിഞ്ഞാൽ ആ സൗന്ദര്യം കിട്ടൂല. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് കാളിദാസന്റെ ഉപമാവൈഭവം, ഭാരതത്തിന്റെ കവിശ്രേഷ്ഠനായ കാളിദാസനെ കുറിച്ചൊക്കെ നമുക്ക് അല്പമൊക്കെ വായിക്കാനും പഠിക്കാനൊക്കെ പറ്റണം. ഒരുപാട് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് മലയാള തർജ്ജമ ചെയ്ത കുട്ടിക്കൃഷ്ണമാരാർ തർജ്ജമ ചെയ്ത ഗ്രന്ഥങ്ങൾ കിട്ടാനുണ്ട്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒന്ന് ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്തൊന്ന് വെറുതെ എന്ത് ചെയ്യണം? ഈ വരികളിലൂടെയൊക്കെ ഒന്ന് പോകണം. പിന്നെ ഈ ജന്മത്തിൽ പറ്റിയില്ല, പിന്നെ എപ്പോ സാധിക്കാനാ അല്ലേ? അപ്പോൾ ഈ ചക്ഷുശ്രവണ ഗളസ്ഥമാം എന്നുള്ള വരികൾ ഏറ്റവും മനോഹരമാവാൻ കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതില് മനോഹരമായിട്ടുള്ള ഉപമയെ ഒന്ന് മറ്റൊന്നിനോട് ചേർത്ത് കവി വർണ്ണിച്ചത് കൊണ്ടാ. പാമ്പിനെ കാലമായിട്ടും ആ പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവളയെ നമ്മളെ ഓരോരുത്തരായിട്ടും ചിത്രീകരിച്ചതുകൊണ്ടാണ് അത്ര ഭംഗി. അല്ലാതെ കിട്ടൂല അല്ലെ? ഇന്ന് ഏത് പാഠപുസ്തകം നമുക്ക് എടുത്തു നോക്കിയാലും നമ്മൾ പണ്ട് പഠിച്ച ഉപമയും ഉത്പ്രേക്ഷയും രൂപകവും വൃത്തവും ഒന്നും ഒരു വരി പോലും കാണാൻ പറ്റൂല. ഇല്ല, വൃത്തമില്ല. വൃത്തം എന്ന് പറഞ്ഞാൽ അവര് വട്ടം വരക്കുന്നു, അതും ഉണ്ടാവില്ല, ഒന്നുമില്ല. കാരണം അത്ര ഏത് രീതിയിലേക്കാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ പ്രക്രിയ പ്രവർത്തനം പോകുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അത്ര വികലമായിട്ടുള്ള, വെറുതെ നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് പുസ്തകം 8ലോ 9ലൊക്കെ ഒന്ന് മറിച്ചു നോക്കുക. എല്ലായിടത്തും ഓരോ കുരിപ്പ് എഴുതാനുണ്ടാവും. ഇതാണ്, ഒരു പാഠം പഠിപ്പിച്ചു, ഒരു കുരിപ്പ് എഴുതുക. മറ്റേത് പഠിപ്പിച്ചു, ആസ്വാദന കുരിപ്പ്. ഈ കുരിപ്പ് കാരണം കുട്ടിയൊക്കെ എന്തെങ്കിലും അക്ഷരം അറിയാം? ഒന്നുമില്ല. വളരെ 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 പരിതാപകരമായ അവസ്ഥ. അക്ഷരം അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം മുതൽ പുതിയ നിയമം വന്നു. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട്. കഴിഞ്ഞ വർഷം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് SSLC പരീക്ഷ കഴിഞ്ഞ് ഫുൾ A+ കിട്ടിയ കുട്ടികളടക്കം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി സ്കൂളിലേക്ക് വരുന്നുണ്ട്. സ്കൂളിന്റെ പേരൊന്നും ഞാൻ പറയില്ല, എന്നാലത് എന്നിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് ഹെഡ് മാസ്റ്റർ അവരോട് സർട്ടിഫിക്കറ്റ് കിട്ടി ബോധിച്ചു എന്ന് എഴുതി ഒപ്പിടണം. ഇത് കിണ്ടി ഭേദിച്ചു എന്നല്ല എത്ര പേരെ എഴുതുന്നത്. ഇവന് കിട്ടണ്ട ഇത് എഴുതാൻ മലയാളത്തിലെ A+. എന്നാ പിന്നെ സർട്ടിഫിക്കറ്റ് റിസീവ്ഡ് അത് ഒട്ടും കിട്ടുന്നില്ല. ലാസ്റ്റ് ഹെഡ് മാസ്റ്റർ അവിടെ എഴുതി ഒട്ടിച്ചു വെച്ചു. നോക്കി എഴുതാമുണ്ട്. ആലോചിച്ച് നോക്കി, ധാ ബോധിച്ചു എന്നുള്ളതിന്റെ ധാ കിട്ടുന്നില്ല, കിട്ടി എന്നുള്ളതിന്റെ ടാ വരുന്നില്ല. A+ മലയാളത്തിൽ. അപ്പൊ എവിടെയാണ് നമുക്ക് പാളിച്ച വരുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കും. അപ്പൊ അവിടെയൊക്കെ കിട്ടാത്ത പലതും നമുക്ക് ഇങ്ങനെ കുറേശ്ശെ എവിടുന്നെങ്കിലും കിട്ടുന്ന തലത്തിലേക്ക് മാറുമ്പോഴാണ് ഉള്ളിൽ ആന്തരികമായ വളർച്ചയുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ പഴയകാല കവികൾ അവർക്ക് എന്ത് ആശയമുണ്ടോ അത് കൃത്യമായ
ഛന്ദസ്സിലും അലങ്കാരത്തിലും വെച്ചുകൊണ്ട് കൊടുക്കുവാൻ സാധിച്ചു കൃത്യമായിട്ട്. ആധുനികം എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടൊരു കവിതയുണ്ട്. ആ വരികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കണ്ടുവോ നിങ്ങളാ കാകളിയേ, മഞ്ചരി നീയും മറഞ്ഞു പോയോ, ഇന്ദ്രവജ്രക്കെന്തു പറ്റിയെന്നറിയില്ല, കേ മാലിനി ശ്രദ്ധ കാകളി. മലയാള പാഠപുസ്തകം എടുത്തിട്ട് ഒരാൾ പാടിയതാണ്, ഒരു കവി. ഇതൊന്നുമില്ല അതിനകത്ത്. പിന്നെയോ, മറ്റൊന്നിൻ ധർമ്മയോഗം വെടിഞ്ഞുത്പ്രേക്ഷ, മറ്റേത് ലോകത്ത് പോയി മറഞ്ഞോ, ഒന്നിനൊന്നോട് സാദൃശ്യം ചൊല്ലുന്ന ഉപമയോടൊത്തു നീ പോയി മറഞ്ഞോ. ഒന്നുമില്ല. പിന്നെയോ, രൂപകം ദീപകം രൂപം വെടിഞ്ഞുപോയി, വർണ്യാവർണ്യങ്ങളറ്റുപോയി, ഉപമാനമുപമേയമെല്ലാം ഉപേക്ഷിച്ച കാവ്യോദ്യാനം കരിഞ്ഞുപോയി. ഞാൻ കുട്ടികളോട് ചോദിച്ചു, പദ്യവും ഗദ്യവും തമ്മിൽ വ്യത്യാസം എന്താ? പൊരുത്തം പറഞ്ഞു, ഒരു പേപ്പർ എടുക്കണം മാഷെ. ഞാൻ എടുത്തോ, 1 2 എടുത്തോ, എന്നിട്ടോ നേരെ നടുക്കെ എഴുതിയാൽ എന്തായി? പദ്യായി. അത് വിട്ടിട്ട് നേരെ നീളത്തിൽ എഴുതിയാൽ എന്തായി? ഗദ്യായി. സന്തോഷം. ഇതാണ് പദ്യവും ഗദ്യവും തമ്മിലുള്ള വ്യത്യാസം അല്ലെ? പദ്യവും ഗദ്യവും ചേർത്ത് വാറ്റിയിട്ട് അദ്ദേഹം ഇപ്പൊ കവിത മൊത്തം മദ്യായി എന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ എഴുതിയിരുന്ന ഒരു പാരമ്പര്യത്തിൽ അഭിമാനിക്കാന്നല്ലാതെ ആരോട് പറയാം? ഇപ്പൊ ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ അതിങ്ങനെ നമ്മുടെ നാവിൽ കിട്ടാൻ കാരണം അത് കൃത്യമായ മീറ്ററിൽ ചിട്ടപ്പെടുത്തിയോണ്ടാ. അല്ലെ മറ്റൊരു വഴി എടുത്ത സകല ശുഖകുല വിമല തിലകിത കളേവരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതി സാദരം കാകുസ്ഥലീലകൾ കേട്ടാൽ മതീവരാം. അതെന്തുകൊണ്ട് അങ്ങനെ നമ്മുടെ നാവിൽ തത്തിക്കളിക്കുന്നത്? എഴുത്തച്ഛൻ അതിനെ ചിട്ടപ്പെടുത്തുവാൻ മലയാളത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന കളകാഞ്ചി എന്ന് പറയുന്ന വൃത്തത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. നേരെ മറിച്ച് അതിന്റെ ആശയം നേരെ എഴുതി വെച്ചാൽ നമ്മുടെ ഒന്നും നാവിൽ കിട്ടൂല. പഴയകാല പദ്യങ്ങൾ നമ്മുടെ നാവിൽ ഇങ്ങനെ തത്തിക്കളിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു വരി പോലും നമ്മൾക്ക് കിട്ടുന്നില്ല എങ്കിൽ വൃത്തത്തിൽ എഴുതുന്നതിന്റെ പ്രത്യേകത അതാണ്. പെട്ടെന്ന് തന്നെ നമുക്കതിനെ ഗ്രാസ്പ് ചെയ്ത് തലയിൽ സൂക്ഷിക്കുവാൻ സാധിക്കും. എന്താ ഈ തലയിൽ കുറെ സൂക്ഷിച്ചു നടന്നുകൊണ്ട് കാര്യമുണ്ടോ? ഉണ്ട് അല്ലെ? തലയിൽ സൂക്ഷിക്കുന്ന ഈ കാര്യങ്ങളാണ് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നത്. ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് ഇംഗ്ലീഷ് പറയും. ഈ ഉപബോധ മനസ്സാണ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ എല്ലാ ദിവസവും. അതെ, ബോധ മനസ്സല്ല, ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങൾ എന്താവും? ഉപബോധ മനസ്സിലേക്ക് സാവധാനം കയറും. നമ്മൾ എല്ലാ ദിവസവും കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ അറിയാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വരികൾ പഠിക്കുന്നതും ജീവിതത്തിൽ ചേർത്ത് വെക്കുന്നതും ഒക്കെ എവിടെയെങ്കിലും ജീവിതത്തിൽ ഒരു പാളിച്ച വരുന്ന സമയത്ത് അറിയാതെ ഉപബോധ മനസ്സിൽ നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. അതുകൊണ്ട് പദ്യങ്ങളുടെ ശകലങ്ങൾ കാണാതെ പഠിക്കുന്നതിൽ വലിയ അർത്ഥതലമുണ്ട്. പതുക്കെയാണ് എല്ലാം അല്ലെ? എന്തും ആരംഭിക്കുന്ന പതുക്കെയാണ് അല്ലെ? നമ്മുടെ വീടുകളിലേക്കൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ സാധനം വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ടാവും. അവർക്കറിയാം അവരുടെ കയ്യിലുണ്ടാവും എന്ത് 1000 രൂപയുടെ അല്ലെ 2000 രൂപയുടെ മിക്സി ഉണ്ട്. അവർക്കറിയാം ഒരു കാരണവശാലും നമ്മളിത് വാങ്ങൂല. ഓനും അറിയാം, നമുക്കും അറിയാം. പക്ഷെ അവരാദ്യം നമ്മളോട് വന്നിട്ട് ഈ മിക്സിയാണോ കാണിക്കുക? എന്താ പറയാ? ആദ്യം ചെറുതും കാണിക്കൂല. ചേച്ചി 2 മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് ആദ്യം ചോദിക്കും. നിങ്ങളൊന്നും വാങ്ങണ്ട, 2 മിനിറ്റ്. കാരണം നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം ഒരു പ്രവേശന കവാടം ഇടുകയാണ്. അത് ആദ്യം ചോദിക്കുന്ന കാര്യമാണ്. അഡ്മിറ്റ് ചെയ്യും ആദ്യം നമ്മൾ. ശരി, നമുക്ക് എന്താ പ്രയാസം, 2 മിനിറ്റ് പറഞ്ഞോട്ടെ. ഈ 2 മിനിറ്റ് എന്നുള്ളത് എന്താവും? ലാസ്റ്റ് നമ്മളെ കൊണ്ട് 200 പേരെ സാധനം അവർ എടുപ്പിക്കും. നോക്കിക്കോ നിങ്ങൾ. ആദ്യം ചോദിക്കുന്ന 2 മിനിറ്റാ. 2 മിനിറ്റ്. കാരണം ആ സമയത്തിനുള്ളിൽ തന്നെ ചില സാധനങ്ങൾ എടുത്ത് നമ്മളെ കയ്യിലേക്ക് തരും അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് സാധനമാണോ നമ്മൾ കയ്യിലെടുത്ത് കുറച്ചു നേരം നോക്കുന്നറിയോ, പിന്നെ നമുക്ക് താഴെ വെക്കാൻ തോന്നില്ല.
അതുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റിൽ പോയ കൂടുതൽ സാധനങ്ങൾ ആൾക്കാർ വാങ്ങാൻ കാരണം. ഒന്ന് എടുത്ത് തിരിച്ചും മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, കുട്ടികളുടെ കയ്യിലൊക്കെ എടുത്തും കൊടുക്കും. ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി എന്നുള്ളൊരു എന്തുണ്ടാവും, ഉപബോധ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നെ നമുക്ക് അത് അവിടെ വെക്കാൻ തോന്നില്ല, പിന്നെ പതുക്കെ കോട്ടയിലേക്ക് പോലും. പണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അതിങ്ങ് എടുത്തു തന്നേന്നാ പറയാ, പക്ഷെ ഇന്ന് എടുക്കാൻ വേണ്ടി മുമ്പിൽ വെച്ചു തന്നു. വെറുതെ അല്ല, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ചെറിയതല്ല. കാരണം ഒരു 2 മിനിറ്റിനുള്ളിൽ ഒരു മനുഷ്യന്റെ ഉപബോധ മനസ്സിനെ കൃത്യമായിട്ട് സ്വാധീനിക്കുന്ന തരത്തിലേക്ക് മാറ്റുവാൻ ഇതിന്റെ പിന്നിൽ കൃത്യമായ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ എന്താ മാർഗം? ഈ ലോകത്ത് കൃത്യമായി ജീവിക്കണമെങ്കിൽ പറഞ്ഞോട്ടെ, ഇഷ്ടമുള്ളത് എല്ലാം നമ്മൾ അങ്ങനെ തൊടാനും പിടിക്കാനും നോക്കാനും നിന്നാൽ അറിയാതെ നമ്മളെ അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത വേണം. ഇതിനെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇഷ്ടമില്ലാതെ ആയാലും ശരി, ചില നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചാൽ അത് പോകാതെ 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 നമ്മളിങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ജീവിതം എന്ത് എന്നുള്ളതിനൊരു ചിത്രം കൃത്യമായി കാട്ടിത്തന്നതിന് ശേഷം വീണ്ടും ശ്രീരാമചന്ദ്രൻ തുടരുകയാണ്. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ എന്നാ പറഞ്ഞത്. അല്ല, ഇതിന്റെ അർത്ഥമൊന്നും അധികം നമുക്ക് വിശദീകരിക്കാണ്ട് തന്നെ മനസ്സിലാവും. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം ഒക്കെയും അല്പകാലസ്ഥിതം മാത്രമാണ് ലോകത്തിൽ മനുഷ്യന് ഉണ്ടാവുക എന്ന് പറയുന്നു. അല്ലെ, ഇതിന്റെ ഞാൻ പറഞ്ഞു, ഇതിന്റെ സംസ്കൃതത്തിന് ഇത്ര ഭംഗി കിട്ടൂല. കാര്യം ദേവഭാഷയാണ്. ഈ തത്വങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഗ്രന്ഥം സംസ്കൃതത്തിലാണെങ്കിൽ കൂടി ഇതിന്റെ അതേ തർജ്ജിമ വായിച്ചാൽ നമുക്ക് അത്ര സൗന്ദര്യം കിട്ടില്ല. പിതൃ മാതൃ സുത ഭ്രാതൃ ധാരാ ബന്ധുവാദി സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട. പക്ഷെ അതിനേക്കാളും എഴുത്തച്ഛൻ എന്ത് ചെയ്തു, അതിനൊന്നും എടുത്തിട്ട് പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതം ഓർക്ക നീ ലക്ഷ്മണ എന്ന് പറഞ്ഞു. അല്പകാലത്തേക്ക് മാത്രമാണ് ലോകത്ത് മനുഷ്യന് ഇവയിൽ നിന്ന്, അതിനെയും എന്ത് ചെയ്യുന്നു, വളരെ കൃത്യമായിട്ട് ഉപമയുടെ വെളിച്ചത്തിൽ അവതരിപ്പിക്കുക. അത് ഒന്നിനോട് ചേർത്ത് മറ്റൊന്നിനോട് ചേർത്ത് അവതരിപ്പിക്കുന്നു. ഇതുപോലെ അത് പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. അല്ലെ, പാന്തർ വഴിയാത്രക്കാർ. ഈ ലോകത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ വേദാന്തത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. എന്താണ്? പൂർവജന്മ സുകൃതം, മനുഷ്യജന്മം കിട്ടുവാൻ. അത് എവിടെയാണ് വ്യാഖ്യാനിക്കേണ്ടി വരിക? എവിടെയാണ് പൂർവജന്മത്തെ നമുക്ക് എടുക്കേണ്ടി വരിക? അല്ലെ, ഇന്ത്യൻ പീനൽ കോഡിന് ഒരാളെ കൊന്നു കഴിഞ്ഞാലും 1,00,000 പേരെ കൊന്നാൽ, അല്ലെ 1 കോടി പേരെ കൊന്നു കഴിഞ്ഞാലും ഒരൊറ്റ ശിക്ഷയെ കൊടുക്കാൻ പറ്റുള്ളൂ മാക്സിമം. ഏതാത്? വധശിക്ഷ. ഇതെങ്ങനെയാണോ ശരിയാവുക? അല്ലെ, പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ഒരാളെ കൊന്നാലും 1 കോടി ആൾക്കാരെ കൊന്നാലും ഒരൊറ്റ ശിക്ഷ. ഇയാൾ എന്ത് ചെയ്യാ? വധശിക്ഷയ്ക്ക്. പക്ഷേ ഇത് ബാലൻസ് ചെയ്യണേ നമുക്ക് ലേശം പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് വേദാന്തം നമ്മളോട് പറയും, പോരാ, ഇതിന്റെ ശിക്ഷയുടെ കാഠിന്യം എന്ത് ചെയ്യണം? കൂട്ടണം. അതിനെന്താ മാർഗം? പാപത്തിനനുസരിച്ച് വീണ്ടും പാപയോനിയിൽ ജനിച്ച് ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് വരെ എന്ത് ചെയ്യണം? ജീവിച്ചേ പറ്റൂ. ഇതാണ്, ഇവിടെയാണ് ഇതിന്റെ ഭാവം. യുക്തിചിന്ത എവിടെയാണ്? അവിടെയാണ് നമുക്ക് ഈ യുക്തി എടുക്കേണ്ടി വരും, വേറെ എവിടെയല്ല. ആ യുക്തി തന്നെ നമുക്കറിയാം. അല്ലെ, യുക്തിചിന്ത. ചിലപ്പോൾ ഒരു പണിയെടുക്കാണ്ട് ആൾക്കാർ വളരെ സുഖിച്ച് ജീവിക്കുന്നുണ്ടാവും. അല്ലെ, ഒരു പണി എടുക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ? ഇഷ്ടംപോലെ ബാലൻസ് ഉണ്ടാവും ബാങ്കിൽ. അല്ലാണ്ട് എങ്ങനെ അങ്ങനെ ജീവിക്കാൻ പറ്റുക? അല്ലെ, ചില മഹാദുഷ്ടന്മാരുണ്ടാവും ലോകത്ത്. അവരെ നോക്കുമ്പോൾ നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട് നമുക്ക്. അല്ലേ, പക്ഷെ എന്താ കാരണം? കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തോ ബാലൻസ് ഉണ്ട്. ഒരു 100 നാമം അധികം ജപിച്ചിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ കർമ്മത്തിലേക്ക് ചേർക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഡിപ്പോസിറ്റ് ആണ് എന്തെന്ന്? ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം? നാമം ജപിക്കുക. നാമം ജപിക്കുമ്പോഴേ മനസ്സ് പരിശുദ്ധമാവുകയുള്ളൂ. എപ്പോ സമയം ഏറ്റവും വലിയ ഡിപ്പോസിറ്റ്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ നാമത്തെ ജപിക്കുക. എഴുത്തച്ഛൻ അതാ പറഞ്ഞത്. ഹനുമാന്റെ ശക്തിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞതാ, നളിനദള നേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ
അമലഹൃതി മധുമദന ഭക്തി വിശുദ്ധരായി അജ്ഞാന കർമ്മകൃതബന്ധനം ക്ഷണാൽ സുചിര വിരചിതമഭി വിമുച്യ ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലക ചരണയുഗമക തളിരിൽ വച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ? ജീവിതത്തിൽ എവിടെയും കുടുങ്ങിപ്പോകാത്ത ആളാണ് ഹനുമാൻ. ഒരു സ്ഥലത്തും ഇദ്ദേഹത്തിന് എന്തില്ല, ജീവിതയാത്രയിൽ ഒരു സ്ഥലത്തും തടസ്സമില്ല, എവിടെയുമില്ല. നമ്മൾ അത്ഭുതപ്പെടും ഹനുമാന്റെ വീരകൃത്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ. എഴുത്തച്ഛൻ വളരെ കൃത്യമായി പറയും, ഒരു പ്രയാസമില്ല. എന്താണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു രഹസ്യം അല്ലേ? രഘുതിലക ചരണയുഗ മകതളിരിൽ വെച്ചിട്ടാണ് യാത്ര. ഭഗവാന്റെ നാമം ഏത് സമയവും ചുണ്ടിലും, ഭഗവാന്റെ രൂപം ഏത് സമയവും മനസ്സിലും കൊണ്ടു നടക്കുന്ന ആളാ. അതുകൊണ്ട് എന്തില്ല, ജീവിതത്തിൽ ഒരു സ്ഥലത്തും ഹനുമാന് വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്തും ഭഗവാനെ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെയാണ്. ഒരു സ്ഥലത്തും ഭഗവാൻ നമ്മളെ പെടുത്തൂല അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞ മധുസൂദന സരസ്വതി വളരെ കൃത്യമായിട്ട് കൗരവരെ എങ്ങനെയാണ് ഭഗവാൻ മുച്ചൂടും നശിപ്പിച്ച് പാണ്ഡവരെ രക്ഷപ്പെടുത്തി എന്നൊരു മനോഹരമായ പദ്യത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഭീഷ്മദ്രോണ തട ജയദ്രഥ ജല ഗാന്ധാര നീലോപ്പല ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാഖലു പാണ്ഡവൈരണ നദി കൈവർത്തക കേശവാഹ്. എത്ര മനോഹരമായ പദ്യമാണെന്നറിയോ? ഭക്തന്മാർ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ഒരു പദ്യമാണ് അല്ലേ? ഭക്തന്മാർ ഹൃദയത്തോട്, ഭഗവാൻ എന്നെ എന്നാലും രക്ഷിച്ചില്ലല്ലോ എന്നുള്ള ചിന്തയല്ല വേണ്ടത്. എന്താ വേണ്ടത്? നാളെ എന്നെ രക്ഷിക്കും. ഇന്നലെ അവർ രക്ഷിച്ചില്ല, പോട്ടെ, നാളെ സാധ്യതയുണ്ടല്ലോ ഇനി. ഈ പ്രതീക്ഷ വളരെ വലുതാ. മഹാഭാരത യുദ്ധം ഒരു വലിയ കുത്തൊഴുക്കുള്ള നദിയോട് ചേർത്തിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. ഭീഷ്മദ്രോണ അല്ലേ? ഭീഷ്മരും ദ്രോണരുമാകുന്ന തടങ്ങൾ തോണി ഇറക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വലിയ ഇട്ടയിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, തോണി താഴേക്ക് ഇറക്കാൻ പറ്റും. ഇനി ഇറക്കിയാൽ തന്നെ അടിപ്പിക്കണ എന്ത് വേണം? കര കൃത്യമായിരിക്കണം. ഇത് പാണ്ഡവർക്ക് ഈ തോണി ഇറക്കണമെങ്കിൽ തോണി ഇറക്കി തുഴഞ്ഞ് അപ്പുറം പോകണം. ഇറക്കേണ്ട ഒരു കര എന്ന് പറഞ്ഞാൽ ഭീഷ്മരാണ്. മറ്റേ കട ഇറക്കി കഴിഞ്ഞാൽ കയറ്റേണ്ട മറ്റേ കര ആരാണ്? ദ്രോണരാണ്. എവിടെ നടക്കൂല. എന്നിട്ട് ഇറക്കി. ഗാന്ധാര നീലോപ്പല അല്ലെ? ഗാന്ധാരനാകുന്ന നീലോപ്പലം എന്ന് പറഞ്ഞാൽ കരിമ്പാറകൾ ഉണ്ട് ഇതിനകത്ത്. ആരാ ഗാന്ധാരൻ? ശകുനി. ഇത് മറഞ്ഞിരിക്കുകയോ, കരിമ്പാറകൾ കാണൂല. ഒഴുക്കിൽപ്പെട്ട് തോണി അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ കറങ്ങിത്തിരിഞ്ഞ് തീരും. ഈ കുത്തൊഴുക്കിലെ പാറകളെ കാണാൻ സാധിക്കില്ല. എന്നിട്ടും തോണി ഇറക്കി തോണി മുമ്പോട്ട് പോകുന്നുണ്ട്. ഭീഷ്മദ്രോണ ജയദ്രഥനാകുന്ന ജലം. ആരാ ജയദ്രഥൻ? അല്ലെ? ദുശ്ശളയുടെ ഭർത്താവാണ്. ഈ 100 പേർക്ക് പറ്റിയ അളിയന, മഹാദുഷ്ടന. അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തി കൊല്ലുവാനുള്ള എല്ലാ കെണികളും മുമ്പിൽ നിന്നുണ്ടാക്കുന്ന ആളാണ് ജയദ്രഥൻ. ചില്ലറക്കാരനല്ല, മഹാരഥനാണ്. മഹാരഥൻ എന്ന് പറഞ്ഞാൽ അല്ലെ, അസ്ത്രമേന്തിയ 10,000 പേരോട്, ആയുധം ധരിച്ചിരിക്കുന്ന 10,000 പേരോട് ഒരേ സമയം നിന്ന് പൊരുതുവാൻ പറ്റുന്നവരെയാണ് മഹാരഥൻ എന്ന് വിളിക്കുക. ഇന്ന് പത്രക്കാരെല്ലാം ആ പേര് എവിടെയോ കൊണ്ട കളഞ്ഞു അല്ലെ? ആരെങ്കിലും ഒരു ലൊട്ടിലെടുക്കുക ഒരാൾ മരിച്ചാൽ മഹാരഥൻ എന്തെന്ന്, എന്തെങ്കിലും ഒരു വിവാദം വരുമ്പോൾ തന്നെ ഓടുന്ന ആളാ. അല്ല, 10,000 ആയുധമേന്തിയ ആൾക്കാരോട് ഒറ്റക്ക് നിന്ന് പൊരുതാൻ സാധിക്കണം. അവരെയാണ് മഹാരഥൻ എന്ന് പറയാം. അങ്ങനെയുള്ള മഹാരഥന്മാരിൽ ഒരാളാണ് ജയദ്രഥൻ. ഗാന്ധാര നീലോപ്പല ശല്യഗ്രാഹവതി, ശല്യരാകുന്ന മുതല. കർണേന വേലാകുലം, കർണനാകുന്ന വേലിയേറ്റവും വേലിറക്കും. അശ്വത്ഥാമ വികർണ ഘോരമകരാഹ, അശ്വത്ഥാമാവ് വികർണൻ തുടങ്ങിയ വലിയ മത്സ്യങ്ങൾ, സ്രാവിന് സമാനമായ മത്സ്യങ്ങളുണ്ട് ഇതിനകത്ത്. ദുര്യോധനാവർത്തിനി, ദുര്യോധനനാകുന്ന
എന്തുണ്ട്? ചുഴിയുണ്ട് ഇതിനകത്ത്. നമ്മളാണ് തോണി ഇറക്കിയെങ്കിൽ തോണി ഉണ്ടാവില്ല, ഇറക്കിയവനും ഉണ്ടാവില്ല, ഒരഡ്രസ്സും ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ ജീവിതയാത്ര ചെയ്ത് നിരന്തര പ്രയാസങ്ങൾ, അല്ലലും അലട്ടലും നിറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഇതിനകത്തുണ്ട്. അത് കുടുംബത്തിന്റെ രൂപത്തിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും സമൂഹത്തിലും മറ്റു രോഗങ്ങളുടെ രൂപത്തിലും പ്രയാസവും എല്ലാം ഉണ്ട്. എന്നിട്ടും നോക്കണം, എന്നിട്ടും സോത്തീർണാഖലു പണ്ഡവാഹ, നമ്മളാണ് എന്താ പറയാ, എങ്ങനെയല്ലോ കയറ പറ്റി എന്ന് പറയാം അല്ലെ, തല ചൊറിഞ്ഞിട്ട്. എങ്ങനെയോ, എനക്കെന്നെ അറിയില്ല ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടത്, എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നാ പറയാ. പക്ഷേ മധുസൂദന സരസ്വതി എന്താ ഉദ്ദേശിച്ചറിയോ? സോത്തീർണാഹ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഫുൾ A+ഓടുകൂടി പാസ്സായി എന്ന് പറയും. ഉത്തീർണഹ എന്ന് പറഞ്ഞാൽ തന്നെ ജയിച്ചു എന്നർത്ഥം. സോത്തീർണന്മാരായി എന്ന് പറഞ്ഞാൽ നന്നായി ജയിച്ചു, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. പാണ്ഡവാഹ. അപ്പൊ നമ്മൾ അന്വേഷിക്കുക, എന്റെ ഭഗവാൻ ഇത് എങ്ങനെയാണോ സാധിച്ചത്? അവസാന വരിയിൽ ഇതിന്റെ കീ പോയിന്റ് ഒതുക്കി വെച്ചിട്ടുണ്ട്. കൈവർത്തക കേശവ അല്ലേ? തുഴച്ചിൽക്കാരൻ ചില്ലറക്കാരനല്ല. പണ്ടവര് തോണിയിൽ ഇരുന്നു കൊടുത്തിട്ടേ ഉള്ളൂ, തോണിയിൽ ഇരുന്നു കൊടുത്തിട്ടേ ഉള്ളൂ. തോണി മുമ്പോട്ട് തുഴഞ്ഞത് മറ്റാരുമല്ല, കേശവനാ തുഴഞ്ഞത്. മനസ്സിലായില്ലേ? ഭഗവാനെ തുഴയങ്ങ് ഏൽപ്പിക്കരുത്. ആ ഭഗവാൻ തുഴഞ്ഞ തോണിയിൽ ഇരുന്നത് കൊണ്ട് പാണ്ഡവർക്ക് എന്തായി? ഈ യുദ്ധം നന്നായി ജയിക്കുവാൻ സാധിച്ചത് ഭക്തന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പാഠമാണ്. ഭഗവാൻ അങ്ങ് ഏൽപ്പിച്ചു വെക്കുക, തുഴ അങ്ങ് തുഴഞ്ഞോളൂ. കുറച്ച് ഞാൻ തുഴയാ, എനിക്ക് ആവാത്തപ്പോ നീ തുഴഞ്ഞോന്നല്ല, നമ്മളങ്ങനെ പറയാം. ഞാൻ എന്നെ തുഴയാ, നീ ഏതെങ്കിലും മൂലക്ക് ഇരുന്നായി അല്ലെ, മടുത്ത് കയ്യെല്ലാം വേനെടുക്കും, കുറച്ചേരം നീ തുഴഞ്ഞ് എന്ന് പറഞ്ഞിട്ടല്ല അല്ലെ. മനുഷ്യൻ അങ്ങനെയാണല്ലോ, എല്ലാ തരത്തിലും സ്വന്തം പയറ്റി നോക്കും, ധനം കൊണ്ടും എല്ലാ. അവസാനം എന്ത് ചെയ്യുള്ളൂ? ഭഗവാനിലേക്ക് എത്തൂലൂ. സമൂഹത്തിൽ അങ്ങനെയാണ്. എന്ത് പ്രയാസം വന്നാലും ഞാനാണെന്നുള്ള രീതിയിലെല്ലാം ശ്രമിച്ചു നോക്കും. ഒരു വഴിയില്ല എന്ന് കാണുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ തുഴ ഭഗവാന് കൊടുക്കുള്ളൂ അല്ലെ. അങ്ങനെ പൂർണ്ണമായും കൊടുത്തു തുഴഞ്ഞപ്പോൾ ഭഗവാൻ കരകയറ്റി അല്ലെ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എന്താണ് ഭഗവാൻ? പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതതുഹേ നമഃ അല്ലെ. പ്രപന്നന്മാർക്ക് പാരിജാത വൃക്ഷമാണ് ഭഗവാൻ. നമിക്കുന്നവർക്ക് എല്ലാം കൊടുക്കും. പ്രപന്നൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്. പ്രകർഷേണ പതിക്കുക, നന്നായിട്ട് എന്ത് ചെയ്യുക? സമർപ്പിക്കുക. അങ്ങനെയുള്ളവർക്ക് പാരിജാത വൃക്ഷമാണ് ഭഗവാൻ. മാത്രമല്ല, ഇനിയും അഹങ്കാരികളെ നേരെ നടത്താനുള്ള ഒരു സാധനവും ഭഗവാന്റെ കയ്യിലുണ്ട്. എന്താണ്? ചമ്മട്ടിക്കോലുണ്ട്, ഇടക്കിടക്ക് ഓരോന്ന് കൊടുക്കാൻ. തോത്രവേത്രൈകവാണിയാണ്. ഇനി ജ്ഞാനമാണ് വേണ്ട, അതുകൊണ്ട് ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതതുഹേ നമ അല്ലെ. പാർത്ഥോ വത്സ സുധീർ ഭോക്ത എന്ന് പറഞ്ഞ ഗീതയെ കുറിച്ച്. പാർത്ഥൻ ആരാണ്? പശുക്കിടാവ അല്ലെ. പശുവിനെ നമ്മളെങ്ങനെ കറക്കുക അല്ലെ, നന്നായിട്ട് പറ്റിക്കൂല ആദ്യം അല്ലെ. പശുവിനെ ഇങ്ങനെ കൊണ്ട കെട്ടി എന്നിട്ട് കുഞ്ഞിനെ കഴിച്ചു കൊടുക്കും. പാവ അമ്മ എന്ത് വിചാരിക്കും? എൻ്റെ മോന് വേണ്ടിയിട്ട് അല്ലെ മോക്ക് വേണ്ടിയിട്ട് എല്ലാം ചൊരത്തിയും കൊടുക്കും. എന്നിട്ടോ 2 മിനിറ്റ് കുടിക്കുമ്പോൾ അതിനെ വലിച്ച് കെട്ടി മുറുക്കിയിട്ട് കറങ്ങിടും അല്ലെ. ഇതാണ് നമ്മൾ ചെയ്യുന്ന മനുഷ്യൻ. അതാണ് പാർത്ഥൻ. ഇവിടെ അർജുനൻ വെറും ആരാണ്? പശുക്കുട്ടിയാ. അപ്പൊ ആരാണ് ഇതിന്റെ ഭോക്താവ്? സുധീർ അല്ലെ. സുധീർ അല്ലെ. പണ്ടേ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ആരാ ഇത് കിട്ടി? സുധീറിനല്ലേ മാഷ കിട്ടിയത്? ഞാൻ സുധീർ അല്ല, സുധീഹി എന്ന് പറഞ്ഞ സജ്ജനങ്ങൾ എന്നർത്ഥം. ഇത് കിട്ടിയത് മൊത്തം സജ്ജനങ്ങൾക്കാ. പാർത്ഥന് ലേശ കിട്ടിയിട്ടുള്ളൂ, ലേശം. അതുകൊണ്ടാണ് വീണ്ടും ഈ ഉപദേശം മുഴുവൻ കിട്ടിയ അർജുനൻ കുറച്ചു കഴിയുമ്പോൾ മഹാഭാരത യുദ്ധത്തിൽ സ്വന്തം മകൻ അഭിമന്യു ചക്രവ്യൂഹത്തിൽപ്പെട്ട് മരണമടഞ്ഞപ്പോൾ അർജുനൻ വാവിട്ട് കരഞ്ഞ് ബോധം കെട്ടു പോകുന്നുണ്ട്. കുറച്ചു നേരത്തെ കേട്ട ഉപദേശം എന്താ? ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാരാർത്ഥേന ത്വം ശോചിതുമർഹസി. ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും തീർച്ചയായും അർജുന. അതുകൊണ്ട് നീ എന്തിനാടോ ഇതിനെല്ലാം ബുദ്ധിമുട്ടുന്നത് എന്ന് കേട്ട അർജുനൻ സ്വന്തം ജീവിതത്തിൽ പ്രയാസം വന്നപ്പോൾ വീണു. അപ്പൊ ഈ ഉപദേശങ്ങൾ കിട്ടിയാലും വലിയ പ്രയാസമാണ് സ്വന്തം ജീവിതത്തിൽ ഒന്ന് പ്രകാശിപ്പിക്കാൻ. അതുകൊണ്ട് ഇതേ ഭഗവാൻ വീണ്ടും അർജുനനെ ഒന്നും കൂടെ ഉദ്ബോധിപ്പിക്കുവാൻ വേണ്ടി അനുഗീത ഉപദേശിക്കേണ്ടി വന്നു. മഹാഭാരതത്തിൽ തന്നെ ഒരു ഭാഗമുണ്ട് അനുഗീത എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ ഇതൊക്കെ ചേർത്ത് ചേർത്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്, അല്ലേ? അതാണ് പറഞ്ഞത്, ജാതസ്യ ഹി ധ്രുവോ മൃത്യു പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം ഒക്കെയും അല്പകാലേ ഉള്ളൂ. അതുകൊണ്ട് ഏതാണ് പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, അല്ലെ? കുറെ വഴിയാത്രക്കാർ ഒരുമിച്ച് സഞ്ചരിച്ചാൽ എപ്പോഴാണോ രാത്രി സമയമാകുന്നത് അവരെല്ലാവരും ഒരു സത്രത്തിൽ ഇങ്ങനെ താമസിക്കും, അല്ലെ? നമ്മളങ്ങനെ ഈ സത്രത്തിൽ താമസിക്കുന്ന ആൾക്കാരാണെന്നാ പറഞ്ഞത്. പകലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാവരും 4 വഴിക്കേ പോകും. ഇത്രയേ ഉള്ളൂ ജീവിതം എന്നാ പറഞ്ഞത്. നോക്കി, വലിയ നമ്മൾ കൊട്ടി ഘോഷിക്കുന്ന നമ്മുടെ ജീവിതത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞു, ഇത് ഇത്രയുള്ളൂ, അല്ലേ? ഈ ലോകത്തേക്ക് വന്നു, ഒരുമിച്ച് കുറെ കാലം സത്രത്തിൽ താമസിക്കുന്ന പോലെ താമസിക്കുന്നു. പക്ഷെ സത്രം വൃത്തിയായി സൂക്ഷിക്കണം, അടുത്ത പോലെ പിറ്റേന്ന് വരുന്നവനും വേണം. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഞാൻ ഇന്ന് ഒറ്റ രാത്രി ഇടിയില്ല, അതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെന്നല്ല. അത്രയാണ് ജീവിതത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ ഈ ഒരു മനസ്സിലാക്കലുകൾ ഉണ്ടല്ലോ, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ മനസ്സിലാക്കലിലാണ് ജീവിതം ഉള്ളത്. ഒരമ്മ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. അപ്പം മൂത്ത മകൻ ഓടി വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതാ ഇന്നലെ നമ്മൾ അടിച്ച വീട്ടിന്റെ പെയിന്റ് ഉണ്ടല്ലോ, ആ പെയിന്റിന്റെ മുകളില് ഈ ചെറിയ കുട്ടി ഉണ്ട്, 3 വയസ്സുള്ള കുട്ടി, അപ്പൊ മുഴുവൻ എന്തെല്ലോ വരച്ച് കോറി ഇട്ടു എന്ന് പറഞ്ഞു. അമ്മക്ക് ഭയങ്കര ദേഷ്യം വന്നില്ല, വളരെ കഷ്ടപ്പെട്ട് പെയിന്റ് അടിച്ച ഈ കുട്ടിയെ എടുത്ത് 4 അടിയും കൊടുത്തിട്ട് നീ മേലെടുക്കാൻ പാടില്ല. കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട്. അമ്മ ഏതായാലും കുറേ വൃത്തികേടാക്കിയോന്ന് അറിയാൻ വേണ്ടി പോയി നോക്കുമ്പം എന്താ ഉള്ളത് അറിയോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മദർ ഐ ലവ് യു. അതാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? വലിയ ഒരു പാറ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ കോറി എഴുതിയത്, ഇതിന്റെ മേലെ പെയിന്റ് അടിച്ചതിന്റെ മുകളിൽ. മനസ്സിലായില്ലേ? അപ്പൊ കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം കാട്ടുവാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു ഉപാധിയായിട്ട് അതിനെ കാണുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ. അമ്മ ഖേദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ഖേദിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാ? കുട്ടിയെ മനസ്സിലാക്കുന്നതിൽ എന്ത് പറ്റിയിട്ടുണ്ട്? വീഴ്ച വന്നിട്ടുണ്ട്. മനസ്സിലാക്കലുകൾ നമുക്ക് ഏറ്റവും വലുത്, അല്ലേ? ഒരു ചെറിയൊരു ഇംഗ്ലീഷ് സ്റ്റോറി ഉണ്ട്, സ്റ്റിൽ ഐ ലവ് യു എന്നുണ്ട്. നമ്മളൊക്കെ വായിക്കണം. ഈ ചെറിയ കാര്യങ്ങളാണ്, നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ വലിയ തത്വങ്ങളില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും ജീവിതത്തിൽ. ഒരു അച്ഛൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഷൂ പോളിഷ് ചെയ്തിട്ട് ആ സാധനം അവിടെ വെക്കും. എന്നിട്ട് പറയും, കുട്ടിയോട് പറയും, അല്ല അമ്മയോട് പറയും, ഇതൊന്ന് എടുത്തു വെക്കണം എന്ന് പറയും. അമ്മ ഇത് അടുക്കളയിൽ തിരക്കിന് എടുത്തു വെക്കാൻ മറന്നു. ഈ 3 വയസ്സുള്ള കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് സാധനം പതുക്കെ അതിൻ്റെ അടുത്തെത്തിയിട്ട് തുറന്നിട്ട് എന്ത് ചെയ്യും? ഇത് വായിൽ വെക്കും. കുറേ ഉള്ളിൽ പോയി ബോധം പോയി. കുട്ടിയെ എന്ത് ചെയ്യും? ഉടനെ ആശുപത്രിയിൽ എത്തിക്കും. ആശുപത്രിയിൽ എത്തിച്ചെടുക്കുന്ന അച്ഛന് ഓഫീസിലേക്ക് കോൾ വരികയാണ്, ഇതാ കുട്ടിയുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്, വേഗം ഓടിയെത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വിറച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ പ്രശ്നം? അച്ഛനോട് എന്താ പറയാ? അയാൾ കൃത്യമായിട്ട് പറഞ്ഞത് എടുത്തു വെക്കണം. പക്ഷെ ഓടിയെത്തി, അച്ഛൻ ഓടിയെത്തിയിട്ട് കുട്ടിയുടെ അവസ്ഥയെപ്പറ്റി ഡോക്ടറോട് ചോദിക്കുമ്പോൾ പറഞ്ഞു, പ്രതീക്ഷയൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. ഇത്രേ പറഞ്ഞിട്ടോ ഡോക്ടർ. ഉടനെ അമ്മേണ്ടി ഇങ്ങനെ വിറച്ച് നിൽക്കുക, എന്താ പറയേണ്ടതെന്ന് അറിയാതെ, അല്ലേ? എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ വിറച്ച് ഇങ്ങനെ നിൽക്കുക. വിറച്ച് നിൽക്കുന്ന സമയത്ത് അമ്മ ഇവിടെ അച്ഛൻ അടുത്ത് പോയിട്ട് ചേർത്ത് പിടിച്ച് പറഞ്ഞു, സ്റ്റിൽ ഐ ലവ് യു. ആ കഥ അവിടെ തീർന്നു. നോക്കിയേ, ഇത്രയേ ഉള്ളൂ കഥ. ഒരു മനുഷ്യന് നമ്മുടെ സഹായം ഏറ്റവും കൂടുതൽ വേണ്ട സമയം എപ്പോഴാണെന്നറിയോ? ഏറ്റവും കൂടുതൽ സഹായം വേണ്ടത് എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സമയത്താണ് നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കേണ്ടത്. ലക്ഷ്മണനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയ അവസ്ഥയോടെ, ആ ഒറ്റപ്പെടുത്തിയ ലക്ഷ്മണനെയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ജീവിതത്തില് പുണർന്നുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പാഠം, വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴാണ്, അല്ലെ? യേശുദാസിന്റെ കൂടെ കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈതൊന്നു കൂടെ വന്നു എന്ന് പാടിയാ പോരാ. തെറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? എല്ലാവരും ജീവിതത്തിൽ ഒരാളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുന്ന ഭാവം ഉണ്ടെങ്കിൽ അതിലും വലിയ ഒരു ആശ്വാസം നമുക്ക് കൊടുക്കാനില്ല. പക്ഷെ നമ്മളെന്താ ചെയ്യുക? എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മളും കിട്ടണം എന്ന് വെച്ചിട്ട് നമ്മളും കുറച്ചും കൂടെ അത് എരിവ് കയറ്റി കൊടുക്കുക. പക്ഷെ അല്ല, അതിനെക്കൊണ്ട് കാര്യമില്ല. അപ്പൊ ആദ്യം ഞാൻ ഉപദേശത്തിലേക്ക് കടക്കുന്ന സമയത്ത് ലക്ഷ്മണനെ എല്ലാവരും വെറുത്ത്, അല്ലെ? ലക്ഷ്മണൻ എന്താ ചെയ്യുക എന്ന് സംശയത്തോടെ നിൽക്കുമ്പോഴാണ് രാമൻ ഗാഠം പുണർന്നുകൊണ്ടാണ് ഉപദേശ തലങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പം
ഇങ്ങനെയുള്ള എല്ലാം അല്ലെ, പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ ലക്ഷ്മണ എന്ന് പറയുമ്പോൾ ഇത് ജീവിതത്തിൽ പഠിച്ച ആൾക്കാർക്കൊക്കെ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നത് അല്ലെ, ഒരാളുടെ ജീവചരിത്രം 1902 വിവാഹം നടന്നു, 1903 കുട്ടി ഉണ്ടാവുന്നു, 1903 അവസാനമാകുമ്പോഴത്തേക്ക് ഉണ്ടായ കുട്ടി മരിക്കുന്നു, 1905 അച്ഛൻ മരിക്കുന്നു അല്ലെ, 1915 എന്ത് ചെയ്യുന്നു, സ്വന്തം ഭാര്യ മൃണാളിനിയും മരിക്കുന്നു അല്ലെ, 1922, 24, 26, 27 കാലഘട്ടത്തിൽ സഹോദരങ്ങളെല്ലാം പോയി, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു. ആ ഒറ്റപ്പെട്ട വ്യക്തി ആരാണെന്നറിയാം നമുക്ക്? ഇത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജീവിതം. ഇത് നമ്മളെടുത്ത് പഠിച്ചു നോക്കണം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതാ. അങ്ങനെ ആത്മീയമായ പന്ഥാവിലേക്ക് എത്തിയ സമയത്ത് അതിനു ശേഷമാണ് ഇദ്ദേഹം സ്പിരിച്വാലിറ്റിയുടെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയരുന്നു. ഗീതാഞ്ജലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിച്ച ഇതുപോലെ അതിന് മലയാള തർജ്ജിമയൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. ജീവിതത്തിൽ വെളിച്ചം വീശുന്ന തൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹം ഈശ്വരനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുള്ളൂ, ഭഗവാനെ ദുഃഖം ഇനിയും എനിക്ക് തന്നോളൂ, പക്ഷെ അതിൻ്റെ കൂടെ എന്ത് വേണം, താങ്ങാനുള്ള കരുത്തും കൂടെ നീ തരണം. അതാണ് പറയുന്നത്. ദുഃഖം എനിക്ക് വേണ്ടാന്നൊന്നും ഞാൻ പറയില്ല. കാരണം എൻ്റെ കർമ്മത്തിൻ്റെ ഫലം അനുസരിച്ച്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കർമ്മഫലം അനുസരിച്ച് ജീവിതത്തിലേക്ക് പടിപടിയായി ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ എഴുത്തച്ഛൻ അല്ലെ, ശ്രീനാരായണ ഗുരു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അതേ ശ്രീനാരായണ ഗുരു അനുകമ്പാദശകത്തിൽ ആദ്യത്തെ പദ്യത്തിൽ ഒരു പീഡ എറുമ്പിനും വരുത്തരു തന്നുള്ളൊരനുകമ്പയും സദാ കരുണാകര നിൻ തിരുമൈ വിട്ടകലാതുള്ള ചിന്തയും എന്ന് പാടിയത് അല്ലെ. ഒരു പീഡ എറുമ്പിനും വരുത്തരുത്, ഒരു ഉറുമ്പിന് പോലും എൻ്റെ ജീവിതം കൊണ്ട് എന്തുണ്ടാവാൻ പാടില്ല, വേദന ഉണ്ടാവരുത്. ഒരു ഉറുമ്പിന് പോലും. നമ്മൾ നടക്കുന്ന സമയത്ത് എത്ര ഉറുമ്പുകൾ നമ്മുടെ കാലിൻ്റെ അടിയിൽപ്പെട്ട് അല്ലേ ചതഞ്ഞ് അരഞ്ഞ് മരിക്കുന്നുണ്ട്. എവിടെയോ ഏതോ ജന്മത്തിൽ നമുക്ക് കാത്തിരിക്കുന്നുണ്ടല്ലോ. അയ്യോ അറിയാണ്ടല്ലേ ഭഗവാനെ ചെയ്തത് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാണ്ട് തീ തൊട്ടാലും അറിഞ്ഞുകൊണ്ട് തൊട്ടാലും പൊള്ളലുറപ്പാ. അയ്യോ അറിയാണ്ട് തൊട്ടു എന്നെ പൊള്ളിക്കലേന്നില്ല. അഗ്നിയുടെ ധർമ്മം എന്താ, തൊട്ടാൽ പൊള്ളുക എന്നുള്ളതാണ്. ഈ കർമ്മഫലം ഇത് കൃത്യമായി അറിയുന്നോണ്ടാ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞു, ഒന്നിനും ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ സാധിക്കണം ഒരു ജീവിക്കും. എന്നിട്ടാണ് രണ്ടാമത് ഗുരുദേവൻ പറഞ്ഞ കരുണാകര നിൻ തിരുമൈ വിട്ടകലാതുള്ള ചിന്തയും അല്ലെ. ഉറുമ്പ് അത്ര നിസ്സാരമായിട്ട് കാണേണ്ട ജീവിയല്ല, കഠിനാധ്വാനത്തിന്റെ മൂർത്തിമത് ഭാവമാണ് ഉറുമ്പ് അല്ലെ. തൻ്റെ ശരീരഭാരത്തെക്കാളും കൂടിയ സാധനം എടുക്കാൻ കേൾപ്പുള്ള ജീവി ഉറുമ്പേയില്ല. ഉറങ്ങലില്ല ഈ സംഭവം. നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ ഒരു മിനിറ്റ് കിട്ടിയാൽ എന്താ, പ്രഭാഷണം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അല്ലേ, ഒരു മിനിറ്റ് കിട്ടിയാൽ നമുക്ക് ഇഷ്ടം എന്താ, വേഗം മയങ്ങത്തിന് അല്ലേ, എപ്പോഴും പണിയെടുക്കുക. ഉറുമ്പിൻ്റെ പ്രത്യേകതയാണ് ഫുൾ ടൈം വർക്ക്. എന്നിട്ട് ക്ഷീണം പിടിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അത് ആ രീതിയിലാണ് അതിൻ്റെ ശരീരഘടന. ആ ഉറുമ്പിനെ വെച്ചോണ്ടാണ് കവികൾ പാടിയിട്ടുള്ളത് എന്ത്, ഗച്ഛൻ പിപീലികോയാദി യോജനാനാം ശതാന്യപി അഗച്ഛൻ വൈനദേയോപി പതമേകം ന ഗച്ഛതി. ഗച്ഛൻ പിപീലികോയാദി അല്ലേ, സഞ്ചരിക്കുന്നതായ ഉറുമ്പ്. അത് യോജനാനാം ശതാന്യപി 100 യോജന പോലും എത്തുന്ന പറയും. ഒരു ഉറുമ്പ് നടക്കാൻ തുടങ്ങിയാൽ നടന്നിട്ട് തന്നെ വേണമെന്നില്ല അല്ലേ. ഞാൻ പിന്നെ ചിന്മയ മിഷന്റെ സിദ്ധവാരിയിലേക്ക് ഒരു ക്യാമ്പിന് ആ കൊറോണയ്ക്ക് തൊട്ട് മുമ്പുള്ള വർഷം പോയ സമയത്ത് ഇങ്ങനെ ബാഗിൽ പല സാധനങ്ങളും എടുത്തു വെച്ച് അല്ലേ, അതിനകത്ത് അമ്മ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. ബാഗിൽ ഇങ്ങനെ സാധാരണ രീതിയിൽ എടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് ആലോചിച്ചു, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞ എവിടെ നിന്ന് മേടിക്കാന്ന്. ബാഗ് തുറന്നു നോക്കുമ്പോൾ എന്തുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, അതോടൊപ്പം തന്നെ കുറേ ഉറുമ്പുകൾ ഇങ്ങനെ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഭഗവാൻ ഒരു ചെലവും ഇല്ലാണ്ട് നോക്കിയേ അല്ലെ. ഇപ്പൊ എവിടെയാണ് ഞാൻ ഇപ്പൊ ആലോചിക്കും, എന്നാ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും ഇപ്പം അല്ലെ. നമ്മളെ നാട്ടിലുണ്ടായ വീട്ടിലുണ്ടായ ഉറുമ്പ ഇപ്പൊ എവിടെയുള്ള, സിദ്ധഭാരിയില്, എവിടെ, ഹിമാചൽ പ്രദേശില്. ഒരു ടിക്കറ്റ് കൊടുത്തിട്ടില്ല, ₹1 ചെലവും ഇല്ല.
ആടെ പോയിട്ട് കമ്മി അല്ലേ, കുടുംബത്തിലായിട്ടുണ്ടാവും മിക്കവാറും 10-100 ഉണ്ടായിട്ടുണ്ടാവും. ആ ഉറുമ്പ് എന്തുകൊണ്ടാണ് അവിടെ എത്തിയത് അല്ലേ? ഈ വെണ്ണ സ്വീകരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ബാഗിൽ വലിഞ്ഞു കയറിയോണ്ടാ. ഇത് പ്രവർത്തിക്കാൻ അല്ലേ, പ്രവർത്തിക്കുന്ന ഉറുമ്പായിക്കോട്ടെ, അത് നടക്കാൻ തുടങ്ങിയ എവിടെ എത്തുമെന്ന് പറയാൻ പറ്റൂല. നമ്മളും ജീവിതത്തിൽ ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും ഉയരണം എന്നുള്ള ചിന്ത അങ്ങ് മനസ്സിലുണ്ടായുണ്ടല്ലോ, ഈശ്വരൻ നമ്മൾ എവിടെ എത്തിക്കും എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. അത്ര ഉയരങ്ങൾ നമ്മൾ എത്തിക്കും. പക്ഷെ പ്രവർത്തിക്കാനുള്ള മനസ്സും പ്രവർത്തിക്കുവാനുള്ള തൻ്റെ ഇടവും ധൈര്യവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അത് പ്രവർത്തിച്ചേ പറ്റും. ഇനി നേരെ തിരിച്ചൊരു ഉദാഹരണം പറഞ്ഞ അഗച്ഛൻ വൈനതേയ. വൈനതേയ എന്ന് പറഞ്ഞാൽ ഗരുഡനാണ് അല്ലേ, നല്ല പറക്കാൻ കരുത്തുള്ള ചിറകുകളുള്ള ആളാ. പക്ഷെ ചിന്തിക്കുകയാണ്, ഞാൻ ഒരടി മുമ്പോട്ട് പോകില്ല എന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് ഇരുന്ന് അവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ. അഗച്ഛൻ വൈനതേയ പദമേകം നഗച്ഛ. ഇതും കൂടെ ചേർത്ത് പറയാം. ഞാൻ ക്യാമ്പിൽ പോകുന്ന സമയത്ത് എൻ്റെ അടുത്തിരുന്ന പ്രതിഭ മാഷുണ്ട്. ഞാൻ ആളോട് എപ്പോഴും ചോദിക്കും, മാഷ വരുന്ന ആർക്ക് കഴിയുന്നില്ല, വേറെ പണിയൊന്നുമില്ല, ₹1 ചെലവിലല്ല ചിന്മയാമിഷൻ ടിക്കറ്റ് എടുത്ത് നമ്മളെ വിടുന്നതാണ്. ഇപ്പൊ ആള് കണ്ടാ പക്ഷെ പണ്ടേ പോയാൽ മതിയായിരുന്നു, ഇപ്പൊ ആണെങ്കിൽ പോണ ടിക്കറ്റിന്റെ പൈസ എത്ര? ഞാൻ പറഞ്ഞു ഒന്നുകൂടെ അഗച്ഛൻ വൈനതേ പദമേകം നഗച്ഛതി അല്ലെ, നിങ്ങൾക്ക് വരെ ഒരു 100 ഉറുമ്പിനെ ആടെ വിട്ടിട്ടുണ്ട് പറഞ്ഞു. ഞാൻ അവിടെ ഇത് കണ്ടപ്പോൾ അല്ലെ, ഒരു ചെലവിലാണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെലവുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നടക്കാൻ തീരുമാനിച്ചാൽ ജീവിതത്തിൽ ഉയരണം വളരണം എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോഴാണ് വളരുക. ഇതേയാണ് ലക്ഷ്മണന് ജീവിതത്തിൽ വളരണം ഉയരണം എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ സത്സംഗത്തിൽ ഏർപ്പെട്ടു. ആരോട്? രാമനോട്. ഈ സത്സംഗമാണ് സത്യത്തിൽ ആരെ വളർത്തി 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 മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നർത്ഥം. അതുകൊണ്ട് ജീവിതത്തിലെ സകലമാന പ്രശ്നങ്ങളിലും ഉഴറുമ്പോൾ ഭഗവാൻ എന്നുള്ള ചിന്തയും ഭഗവാന്റെ നാമവും ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ഒരു ഭാവം നമ്മളിൽ ഉടലെടുക്കുമ്പോൾ അത് അറിയാതെ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതിനാവശ്യമായ കരുത്ത് കിട്ടും. അപ്പം ആധ്യാത്മികതയ്ക്ക് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ ജീവിതത്തിൽ. എന്താ അത് എന്ന് വെച്ചാൽ നിരതിശയമായ സുഖം. അത് എവിടെയും ഒരു വസ്തുവിനെ ആശ്രയിക്കാതെ അല്ലേ, ഇന്ന സ്ഥലത്ത് പോയി ജപിച്ചാൽ എനിക്ക് സ്വസ്ഥത ഉണ്ടാവുമെന്നല്ല, വീട്ടിലകത്തിരുന്ന് ജപിക്കുമ്പോൾ അത് കിട്ടണം. ഇന്ന ഭക്ഷണം കഴിച്ചാലേ എനിക്ക് സന്തോഷമുണ്ട് എന്നല്ല, എന്ത് കിട്ടിയാലും എന്തോണം തൃപ്തിപ്പെടുവാൻ സാധിക്കണം അല്ലേ. എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് സന്തോഷം കണ്ടെത്താനും, ആരാണോ കൂടെയുള്ളത് അവരോടൊപ്പം സന്തോഷം കണ്ടെത്താനും അല്ലേ പഠിപ്പിക്കുന്ന ഏകശാസ്ത്രം എന്ന് പറയുന്നത് അത് ആധ്യാത്മിക വിദ്യ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ശാസ്ത്രത്തിനത് പറ്റൂല. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിരതിശയമായ സുഖം, വസ്തുക്കളെ ആശ്രയിക്കാത്ത. അത് കിട്ടും, നമുക്ക് കിട്ടായികയൊന്നുമില്ല. അതിനെന്ത് വേണം? നിരന്തര സാധന, ഉപാസന എന്നതിന് പറയാം. ഉപാസിക്കുക, അടുത്തിരിക്കുക. അതേതെങ്കിലും ഗ്രന്ഥത്തെയാവാം, ഒരു ഈശ്വരഭാവത്തെയാവാം, എന്തിനേയും നമുക്ക് വിടാതെ പിന്തുടരുവാനുള്ള മനുഷ്യന്റെ കഴിവുണ്ട്. വിടാതെ പിന്തുടരാനുള്ള, വിടാതെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം പറഞ്ഞ് താഴെ എത്തുമ്പോൾ മധുസൂദന സരസ്വതി നമ്മളോട് പറഞ്ഞ് ത്വാം അനുസന്ധധാമി എന്ന് പറഞ്ഞ്, അല്ലയോ അമ്മേ ഞാൻ എന്ത് ചെയ്യുന്നു? നിന്നെ അനുസന്ധാനം ചെയ്യുന്നു, പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഭാവം നമ്മളിലേക്ക് വളരുമ്പോഴാണ് നേരത്തെ പറഞ്ഞു, അത് ഉറുമ്പും ആയിക്കോട്ടെ, അത്രയൊന്നും കഴിവൊന്നും നമുക്ക് വേണ്ട. ഏത് കാര്യവും അല്ലെ, കിണറിന് പണ്ടത്തെ പാലം നമ്മൾ ശ്രദ്ധിച്ച, കല്ലിന്റെ പാലമാണെങ്കിൽ പോലും അത് ഒരഞ്ഞൊരഞ്ഞ് എന്തുണ്ടായിട്ടുണ്ടാവും? കയറ് പോകാൻ പാകത്തിന് മിനുസമുള്ള ഒരു പാത്തി പോലെ ആയിട്ടുണ്ടാവും അല്ലെ. എത്ര നമ്മൾ ഉരച്ചാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എങ്ങനെ സാധിക്കുന്നത്? കയറെന്ന് പറയുന്നത് വളരെ മൃദുവായിട്ടുള്ളൊരു വസ്തുവാണ്, വളരെ മൃദുവാണ്. കല്ലെന്ന് പറയുന്നത് എന്താണ്? വളരെ ഗാഠമായിട്ടുള്ള വസ്തുവാണ്. ഒന്ന് സ്നിഗ്ധവും സ്വഭാവം കൊണ്ട് വിപരീത തലത്തിൽ നിൽക്കുന്ന 2 വസ്തുക്കളാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ദീർഘകാല നൈരന്തര്യ പ്രവർത്തനം വരുമ്പോൾ അല്ലേ, ഒരു യോഗസൂത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ് സത്തു ദീർഘകാല നൈരന്തര്യാണ് എന്ന് പറയും. ഒരു കാര്യം നമുക്ക് റിസൾട്ടിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക ദീർഘകാലം ചെയ്യണം. പിന്നെന്ത് വേണം? നൈരന്തര്യമായിട്ട് ചെയ്യണം.
ഈ രണ്ട് പ്രവർത്തനവും ചേരുമ്പോഴാണ് ഫലം വന്നു ചേരുക. ഏത് കാര്യം അതെ കൊണ്ടാണ് ഈ മണ്ഡലകാലമൊക്കെ 41 ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവമായി മാറും. സ്വഭാവം മാറ്റാൻ വലിയ പണിയൊന്നുമില്ല അല്ലെ. പണ്ടാരോ പറഞ്ഞാലേ ചായ കൂടി നിർത്താൻ എന്ത് എളുപ്പം പറയാം. ഞാൻ തന്നെ 10-25 വട്ടം നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അല്ലെ, എളുപ്പമുള്ള കാര്യമില്ല അങ്ങനെ നിർത്താൻ പറ്റില്ല. 25-30-30 വട്ടം ഞാൻ നിർത്തിയിട്ടുണ്ട്, ഭയങ്കര എളുപ്പമാന്ന് പറഞ്ഞു അല്ലെ. എളുപ്പമല്ല. സ്വഭാവം ആർക്കും മാറ്റാം, പക്ഷേ അതൊരു നിഷ്ഠയായി കഴിഞ്ഞാൽ മാറ്റണേ വലിയ പ്രശ്നം. നിഷ്ഠ എത്ര ദിവസം ചെയ്യണം? 108 ദിവസം ചെയ്താൽ ഒരു കാര്യം ജീവിതത്തിൽ എന്തായി? നിഷ്ഠയായി മാറി. പിന്നെ അത് മാറൂല അല്ലെ. എത്ര പനി വന്നാലും രാവിലെ എണീച്ചാൽ പല്ല് കേൾക്കൂലേ, എന്തായാലും ചെയ്യും, ഉറപ്പാ അല്ലെ. അത് 108 1008 എങ്ങനെ ചെയ്ത് 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 ജീവിതത്തിന്റെ എന്തായി? ജപം വേണം നമ്മൾ മാറ്റി വെക്കും. പക്ഷെ പനിയല്ലേ, കുളിച്ചിട്ടില്ല, ഇന്ന് പോട്ടെ എന്ന് പറയും. പക്ഷേ നമുക്ക് പല്ല് തേക്കൽ ഒഴിവാക്കാൻ പറ്റൂല. കാരണം എന്താ? ചെയ്ത് 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 ജീവിതത്തിൽ ഒരു നിഷ്ഠയായി പതിഞ്ഞ കാര്യമാണത്. അപ്പോൾ ഏതൊരു കാര്യമാണോ നിഷ്ഠയായി മാറുന്നത് അത് പോവില്ല പിന്നെ. അപ്പോൾ എന്തെങ്കിലും ഒരു ഉപാസനാ കാര്യത്തെ നമുക്ക് കടന്നാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 108 ദിവസം അടുപ്പിച്ച് ചെയ്യണേ വലിയ പ്രശ്നമാണ്. എന്തായാലും മുടങ്ങും, ഉറപ്പാ. നമ്മൾ നോക്കി അല്ലേ, എന്തായാലും മുടങ്ങും. കുട്ടികളൊക്കെ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കല്ല, ഒരുവിധം ഓണാവധിക്ക് ശേഷം ട്രാക്കിലേക്കായ സമയം ഇതേ വരുന്ന ക്രിസ്മസ് അവധി 10 ദിവസം എല്ലാം കഴിഞ്ഞു. ഇനി എല്ലാം എണീക്ക് 11 മണി 12 മണിക്ക് എണീക്കുക. ആ 10 ദിവസം കൊണ്ട് എല്ലാം നശിപ്പിച്ചു അല്ലേ. ഇനി ആദ്യം ഒന്നും കൂടെ ട്രാക്കിലെത്തുമ്പോഴത്തേക്ക് 2 മാസം പൂട്ട് തീർന്നു അല്ലേ. ഇപ്പോൾ സ്കൂള് പൂട്ടലില്ല, ചാരിയിടലേ ഇല്ലു, മൊത്തം ക്ലാസ്സുകളാ അല്ലേ. എന്നോടൊരു കുട്ടി ചോദിച്ചു, മാഷേ ക്രിസ്മസിന് പൂട്ടുന്നില്ലേ? ഞാൻ ഇല്ലടാ, ഇപ്രാവശ്യം ചാരുന്നേ ഇല്ലു, കാരണം പാഠം തീരൂല, അതുകൊണ്ട് മൊത്തം കലോത്സവം ഇതെല്ലാം ആയതുകൊണ്ട് തീരണ്ടേ, അതുകൊണ്ട് പൂട്ടില്ല. അതുകൊണ്ട് നിരന്തരമായ പ്രവർത്തനത്തിൽ, അത് അവധി കൊടുക്കാതെയുള്ള പ്രവർത്തനം. സൂര്യനെ നമ്മൾ കാണുന്നില്ലേ, ഏതെങ്കിലും ഒരു ദിവസം ലീവ് ഉണ്ടാവും? എല്ലാ ദിവസവും പ്രവർത്തനം, ദിവസവും പ്രവർത്തിക്കുമ്പോഴാണ് ഈ കരുത്ത് കിട്ടുക. ദിവസവും അത് പ്രത്യേകിച്ച് ആധ്യാത്മിക പന്ഥാവിലുള്ളവർക്ക് നിരതിശയമായിട്ടുള്ള പ്രവർത്തനം എല്ലാ ദിവസവും. അതാണ് ഞാൻ പറഞ്ഞത്, ഉപാസനയ്ക്ക് ചേർത്ത് പിടിക്കേണ്ട ഗ്രന്ഥങ്ങളില് ഇത്തരം കാര്യങ്ങൾ നമ്മളിങ്ങനെ വായിച്ചും പഠിച്ചും ചിന്തിച്ചും ഇരിക്കുമ്പോൾ അല്ലേ നമുക്ക് തോന്നും അല്ലെ. അടുത്തവര് നോക്കാം, ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം എന്ന് എഴുത്തച്ഛൻ ചോദിക്കുന്നു. ലക്ഷ്മി അല്ലെ, ഐശ്വര്യം അല്ലെ. ലക്ഷ്മിയുടെ ചിത്രം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. പൊതുവെ ശിവകാശിയിലെ ചിത്രകാരൻ വരച്ചതാണെങ്കിൽ കൂടി കാണാൻ നല്ല രസമാണ് അല്ലെ. താമരയുടെ മുകളിൽ ഇങ്ങനെ എണീച്ച് നിന്നിട്ടേല് ഇരുന്നിട്ടുള്ള രൂപമുണ്ട്. പൊതുവെ ആ നിപ്പ് തന്നെ കണ്ടാൽ അറിയാം ഓടിപ്പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് അല്ലേ. പണത്തിന്റെ പ്രത്യേകത അതാണ്. പണം ഇന്ന് വരും നാളെ പോവും, പക്ഷെ മറ്റന്നാൾ വരൂല, അതതിന്റെ പ്രശ്നം. അങ്ങനെ പൊതുവെ അങ്ങനെയാണല്ലോ മനുഷ്യന്. ഇപ്പം ധനം അല്ലെ, ലക്ഷ്മിയുടെ ചിത്രം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ധനം ഇങ്ങനെ ശേഖരിക്കുന്നതോട് കൂടി തന്നെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്, കണ്ടിട്ടുണ്ട് നിങ്ങൾ അല്ലെ. ആ ചിത്രം നോക്കിയൊന്നും അല്ലേ. അപ്പൊ അത് കൂടാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കല. ജീവനെ യാവദാദാനം സ്യാത് പ്രദാനം തഥോധികം ഇത്യേഷ പ്രാർത്ഥനാസ്മാകം ഭഗവൻ പരിപൂര്യതാം. ജീവിതത്തിൽ സ്വീകരിച്ച പോലെ തന്നെ പുറത്തേക്ക് ഒഴുക്കാനും പറ്റണം. സ്യാത് പ്രദാനം തഥോധികം അല്ലെ. ലക്ഷ്മി വർദ്ധിക്കുവാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അല്ലെ കൊടുക്കല, ഗിവ് ആൻഡ് ടേക്ക് ആണ്. പണം പൊതുവെ എവിടെയെങ്കിലും കൂടിക്കളന്ന ഡെഡ് മണി ആയി പോയി, അതിനെ കൊണ്ട് വളർച്ചയുണ്ടാവും. അത് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് വീണ്ടും 10 മടങ്ങായിട്ട് തിരിച്ചു വരും. പണത്തിന്റെ ഫ്ലോ എന്നാണ് നമ്മൾ പറയാം പൊതുവെ. അപ്പൊ ആ ദേവതയെ, അതുകൊണ്ട് ഭാരതീയ സങ്കല്പം എന്ത് ചെയ്തു? ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ആൾക്ക് കൊടുത്തു അല്ലെ. നിങ്ങൾക്ക് ധനമാണോ വേണ്ടത്? ലക്ഷ്മിയെ ഉപാസിക്കൂ. നിങ്ങൾക്ക് അറിവാണോ വേണ്ടത്? ആരെ? സരസ്വതി ഉപാസിക്കൂ. ശക്തിയാണോ വേണ്ടത്? ദുർഗയെ ഉപാസിക്കൂ. എല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെന്റാണ്. ഇതിൻ്റെയൊക്കെ തലപ്പത്ത് പ്രിൻസിപ്പളായിട്ട് ബ്രഹ്മമുണ്ട് അല്ലെ. ബ്രഹ്മം, ഈശ്വരൻ ഒന്ന് അല്ലെ. ആ ഈശ്വര തത്വത്തിന്റെ വിവിധ നിയന്ത്രിക്കുവാൻ വേണ്ടി ദേവതാ സങ്കല്പങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. ദേവൻ ഒന്നേ ഉള്ളൂ. ഇത് വേദം പറഞ്ഞു തരുന്ന തത്വം. ഓരോ സങ്കല്പങ്ങളും നമ്മൾക്ക് എന്ത് ചെയ്തു? ഓരോ ദേവതകളെ സമർപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ ലക്ഷ്മി അസ്ഥിരയാണെന്ന് പറയാൻ കാരണം അതാണ്. ധനം അത് എപ്പോൾ വരും പോകും എന്നൊന്നും പറയാൻ സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ജീവിതം
എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനമാണെന്ന് എഴുത്തച്ഛൻ പറയുന്നത്. ഒന്നുമില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ മനുഷ്യന് ചെയ്യാൻ പറ്റിയ കാര്യം എന്താ? ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. എന്ത്? അവനവരുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അവനവന്റെ ഈശ്വരനെ നിരന്തരമായി ഉപാസിച്ച് അനുഭൂതിയുടെ തലത്തിൽ ഇരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ വന്നാൽ നേരിടാനുള്ള ഒരു ആത്മബലം അതിനെ പിൻപറ്റിയിട്ട് വരും. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യസംസ്ഥമായും വരും. നമ്മൾ ഇന്നലെ ചിന്തിച്ച കാര്യം. രണ്ടും അന്യോന്യ സംയുക്തമായി ഏവനുമുണ്ട് ജലഭംഗം എന്ന പോലെ സഖേ, അല്ലേ? അതുകൊണ്ട് മനുഷ്യന്റെ കർത്തവ്യം എന്താ? ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. സുഖവും ദുഃഖവും, അല്ലെ? സുഖം ഇങ്ങനെ വരുമ്പോൾ സുഖത്തോട് ചോദിക്കണം, എന്ത്? കുറെ കാലവിലെ വന്നിട്ട് എന്തേ പോകുന്നില്ലേ? ദുഃഖത്തോടും ചോദിക്കണം, എന്തേ ദുഃഖമേ പോകുന്നില്ലേ? ഇങ്ങനെ മതിയാ? ഇതിന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇതിനാണ് യോഗഭാവം എന്ന് പറയും. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖതാഃ ആഗമാപായിനോ നിത്യാഹ് താം തിതിക്ഷസ്വ ഭാരതാം. അർജുനന് ഭഗവാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശമാണ് മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖതാഃ. അർജുന, നീ ജീവിതത്തിൽ മനസ്സിലാക്കണം, ദ്വന്ദ്വങ്ങളിൽ കടന്ന് കളിക്കുന്നാടോ ജീവിതം, അല്ലെ? ഇപ്പം തണുപ്പാണ്, കുറച്ചാൾ കഴിയുമ്പോൾ ചൂട്, അല്ലെ? സുഖം ദുഃഖം, ലാഭം നഷ്ടം, ചൂട് തണുപ്പ്, രാവ് പകല്, ഏറ്റവും വലിയ ദ്വന്ദ്വമാണ് ജനനം മരണം. കഴിഞ്ഞു. ഇതിങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ആഗമം അപായിനം, വന്നും പോയിക്കൊണ്ട് നിൽക്കുന്ന, ഈ വന്നും പോയിക്കൊണ്ട് നിൽക്കുന്നതിന് ആരും വിശ്വസിക്കുവോ? ഇല്ല, അല്ലെ? വന്നും പോയിക്കൊണ്ട് നിൽക്കുന്നതിന് സ്ഥിരത ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞു താം തിതിക്ഷസ്വ ഭാരത. എന്ത് ചെയ്യാ? ഇതിനെ സഹിക്കാൻ പഠിക്കണോ എന്നാ പറഞ്ഞത്. ഇതിനെ, സുഖത്തെയും ദുഃഖത്തെയും സഹിക്കാൻ പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ സുഖം നിരതിശയമായ സുഖം അത് കണ്ടെത്തുന്നത് ആത്മലാഭത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ശ്രീബുദ്ധന്റെ അടുത്തേക്ക് ഒരാള് ജീവിതത്തില് വളരെയധികം പ്രയാസമാണ്, ഭഗവാനെ എങ്ങനെയും രക്ഷപ്പെടാനാവുന്നില്ല, പ്രയാസങ്ങൾ കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുകയാണ് ഞാൻ, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ബുദ്ധൻ പല കാര്യങ്ങളും ജീവിതത്തിൽ പഠിപ്പിക്കുക ഉദാഹരണങ്ങൾ കൊണ്ടാണ്, അല്ലേ? എന്താ ഉദാഹരണം? ബുദ്ധൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, വന്ന ആൾക്ക് ഒരു സ്പൂൺ ഉപ്പെടുത്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് നല്ലോണം കലക്കിക്കോ പറഞ്ഞു, കലക്കി കുടിക്കാൻ പറഞ്ഞു. ഇയാൾ പറഞ്ഞു, വായിൽ വെക്കുമെന്ന് പറഞ്ഞു, ആവൂല എന്ന് പറഞ്ഞു. ഇതേ ഉപ്പ് എന്ത് ചെയ്തു? ഇതേ ബുദ്ധൻ അത്രയും ഉപ്പ് വീടിനടുത്തുള്ള ഒരു നല്ല സ്വച്ഛന്തമായ അരുവിയിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഒരു സ്പൂൺ എടുത്ത് കുടിക്കാൻ പറഞ്ഞു. ഒരു പ്രയാസവും ഇല്ല. അപ്പൊ ഉപ്പില്ല ഇതിനകത്ത്? ഉണ്ടാവും. കുറേ വെള്ളത്തിൽ വീഴുന്ന ഒരു നുള്ളു ഉപ്പിന് എന്തുണ്ടാവില്ല? ഉപ്പുണ്ടാവും അതിനകത്ത്. എത്രയോ അംശം അതിനകത്ത് ഉണ്ടാവും, അനുഭവിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അറിയുന്നില്ല. അപ്പം ബുദ്ധൻ പറഞ്ഞു, കൊടുത്ത മറുപടി ഇതാണ്, ജീവിതത്തിൽ ഈശ്വരീയത വർദ്ധിപ്പിക്കുക എന്നാ പറഞ്ഞത്. വേറൊരു മാർഗവുമില്ല. ആധ്യാത്മികമായി കുറച്ചും കൂടെ ആഴത്തിൽ പോകൂ. ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുഃഖത്തിന്റെ കാരണം അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ അല്പം കൂടി സാധനയിൽ മുഴുകാനാണ് പറഞ്ഞത്. നാമജപവും 1000 പ്രാവശ്യം ജപിച്ച് ഗുണം കിട്ടുന്നതിന് 10,000 ജപിക്ക്, കൂടുതൽ കൂടുതൽ മുഴുകുന്ന പറയും. അപ്പൊ ഇന്നലെ വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നലെ വരെ ഭഗവാൻ എന്നെ രക്ഷിച്ചില്ലല്ലോ എന്നല്ല വേണ്ടത് നമുക്ക്. നാളെയും ദിവസം നീണ്ടു കിടക്കുക. നാളെ തീർച്ചയായും എന്നെ കൈവെടിയില്ല എന്നുള്ള ചിന്ത ഉള്ളിലേക്ക് കയറുമ്പോൾ അറിയാതെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജവും കരുത്തും അതിലൂടെ കിട്ടും. ആ ഒരു കരുത്താണ് നമുക്ക്, ആ ഒരു സമർപ്പണമാണ്, ടോട്ടലി സറണ്ടറിങ് എന്ന് പറയും ചിന്മയാനന്ദ സ്വാമി ഇതിന്. ഭഗവാന് പരിപൂർണ സമർപ്പണം, അല്ലേ? ഗീത ഉപദേശിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇവിടെ ആദ്യം ആ ഭഗവാൻ തൻ്റെ ഉപദേശം കേൾക്കുവാൻ പറ്റിയ പാകത്തിലേക്ക് ലക്ഷ്മണനെ ഒന്ന് മാറ്റിയെടുത്തു. നിന്നാൽ അസാധ്യമായി ഇല്ലൊരു കർമ്മവും, എങ്കിലും നീ കുറച്ചേരം ഞാൻ എന്ന് പറയുന്നത് കേൾക്ക്, അല്ലേ? നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വീട്ടിലേക്ക് നിങ്ങളൊന്നും വാങ്ങൂല എന്നറിയാം, പക്ഷെ ഞാൻ പറയുന്ന 2 മിനിറ്റ് കേൾക്കടോ, ഈ സാധനം ഒന്ന് പരിചയപ്പെടുത്തിട്ട് എന്ന് പറയും. എന്നിട്ട് ആദ്യം 2000 രൂപയുടെ സാധനം കാണിച്ചിരുന്നു നമുക്ക്.
നമ്മൾ വാങ്ങൂല. അത് വേണ്ടപ്പോൾ ഒരു ചായപ്പൊടി, ഓക്കെ, നമ്മൾ വിചാരിക്കും വെയിലത്ത് നടന്നു വരുന്നല്ലേ, ഓനത്ര ഉദ്ദേശമുള്ളൂ, എന്ത്, നിങ്ങളെ ഒരു ചായപ്പൊടി കുടിപ്പിക്കുക ആദ്യം. അതുകൊണ്ടാണ് ആദ്യം അല്ലേ, ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഇടം കണ്ടെത്തി, ആദ്യം അതാണ്. 5 മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് ഇരുന്നോട്ടെ, ഇരിക്കുന്ന എന്താ ബുദ്ധിമുട്ട്, ഒരു ഗ്ലാസ് വെള്ളം തരുമോ, അതും കൊടുത്തു. നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. ഓരോന്നും നമ്മളെ കൊണ്ട് സമ്മതിപ്പിച്ചു. അവസാനം കുറച്ചു നേരം കൂടി ഇരുന്ന് നമ്മളെ ബാഗ് മൊത്തം വീണിക്കും, അത് വേറെ കാര്യം. ഒരു സംശയമില്ല. അങ്ങനെ ഈ അക്സെപ്റ്റൻസ് ആണ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതുള്ള സ്പേസ് ഉള്ളവർക്ക് നമുക്ക് ആരുടെയും എന്ത് കാര്യവും സാധിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടല്ലോ, 1000 രൂപ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരാളോട് എന്താ ചോദിക്കുന്ന, ആദ്യം ഒരു 5000 രൂപ ചോദിക്കും. 5000 അത് തരില്ലപ്പാ, എന്നൊരു 1000 എന്താണോ, അത് തരാം അല്ലേ. വലിയ കാര്യമാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. നോക്കിയേ, പറയുന്ന കാര്യം കണ്ടോ, ആരോടാ, ലക്ഷ്മണനോട്. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, എടുത്താ പോങ്ങാത്ത കാര്യമെല്ലാം പറഞ്ഞു. കുറച്ചേയും പറയും ക്രോധമൂലം മനസ്താകുക, അത്രേ ചെറിയ കാര്യം. അപ്പൊ ഈ മാനേജ്മെന്റ് തന്ത്രങ്ങൾ ഉപദേശങ്ങളിലും കച്ചവടത്തിലും ഒക്കെ എല്ലായിടത്തും കാണാൻ പറ്റും, എല്ലായിടത്തും ഉണ്ട്. ജീവിതത്തിന്റെ പരിപൂർണ തത്വത്തെ വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഭഗവാൻ തന്റെ ആവശ്യം അവസാനമാണ് അറിയിക്കുന്നത്. ഏത്? ക്രോധമൂലം മനസ്താപമുണ്ടായി വരും എന്നുള്ള വരികൾ അല്ലെ. കോപം ശമിപ്പിക്കാൻ പോകുന്ന ആള് കോപത്തെക്കുറിച്ച് അവസാനം സംസാരിക്കുന്നു. വലിയ കാര്യങ്ങളെ അവതരിപ്പിച്ച് അതിൻ്റെ കൂടെ അല്ലെ. അപ്പം ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള തത്വങ്ങളെ മുഴുവൻ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ. 1-2 വരികളിലൂടെ നോക്കുകയാണ്. ഓർക്ക ഗന്ധർവ നഗരമതിൽ മൂർഖന്മാർ നിത്യം അനുഷ്ഠിച്ചിടുന്നു അല്ലെ, അനുവർത്തിച്ചിടുന്നു. ഗന്ധർവ നഗരം എന്നുള്ളത് വളരെ ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഗന്ധർവന്മാരുടെ നഗരമല്ല. രാമായണത്തിന്റെ വ്യാഖ്യാനങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മേഘങ്ങൾ ആകാശത്ത് ചേർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് താഴന്ന് നോക്കുന്ന സമയത്ത് ഒരു കെട്ടിടങ്ങളുടെയും നഗരത്തിന്റെയും ഒരു പ്രതീതിയിലുണ്ടാവും. അങ്ങനെ ഉണ്ടാവും നോക്കിയാൽ അല്ലെ. ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നുമല്ലോ. കവികൾ പ്രത്യേകിച്ച് അപാരേ കാവ്യ സംസാരേ കവിരേക പ്രജാപതി എന്നാ പറയാം. കവി നമ്മളിങ്ങനെ മേലേക്ക് നോക്കി നോക്കുമ്പോൾ അതേ കവി നമ്മളോട് പറയാം, എടോ നിങ്ങൾ നോക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ നോക്കുന്നത് സമുദ്രമാണ്. നക്ഷത്രങ്ങളാകുന്ന മീനുകൾ അല്ലെ, ചന്ദ്രക്കലയാകുന്ന തോണി, നീലയാകുന്ന വെള്ളം. നമ്മളും തോന്നും നമ്മൾ കടലാ നോക്കുന്നു. മനസ്സിലായില്ലേ? മേലേക്ക് നോക്കിയിട്ട്. ഈ കവികളുടെ പ്രത്യേകത അതാണ്. നമ്മളെ പറഞ്ഞ് അതിലേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ എത്തിക്കും. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു, കാവ്യത്തിന്റെ ഉപദേശം അങ്ങനെയാണ്. കാന്താ സംഹിതതയാ ഉപദേശയുചേ. ഭാര്യ ഉപദേശിക്കുന്ന പോലെ, കാമുകി ഉപദേശിക്കുന്ന പോലെ ഉപദേശിക്കും. ഭാര്യ ഉപദേശിച്ചാരും കേൾക്കൊന്നുമില്ല, അവർക്കാരും. പക്ഷെ കാമുകി ഉപദേശിച്ചാൽ എല്ലാവരും കേൾക്കുന്ന പറയും. അങ്ങനെയുണ്ട്. കാന്ത എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നിന്നുണ്ടായ വാക്കാണ് കാന്തം, ആകർഷിക്കുന്ന സ്വഭാവമുള്ളത്. ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം ഭരിക്കപ്പെടാൻ യോഗ്യമായവളെന്നാണ്. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ് അല്ലെ. ഇന്ന് ഭരിച്ചാൽ വിവരം അറിയും, വേറെ കാര്യം. വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്, ഭരിക്കുവാൻ യോഗ്യയായിട്ടുള്ളവർ. അർത്ഥം അങ്ങനെയാണ് വാക്കിന്റെ. പക്ഷെ ഭരിക്കണോ വേണ്ടോ എന്ന് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് തീരുമാനിക്കുക. ചിലപ്പോൾ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും ഭരിക്കാൻ പോയാൽ. മനസ്സിലായില്ലേ? വാക്കിന്റെ അർത്ഥം അങ്ങനെ, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ കാന്ത എന്നുള്ള ശബ്ദത്തിന് അല്പം കൂടി സൗന്ദര്യമുണ്ട്. അതുകൊണ്ടാണ് കാവ്യത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ ഉപദേശിക്കുന്ന തത്വങ്ങൾ എന്തുണ്ട്, കാന്തയെപ്പോലെ ഉപദേശിക്കുന്നു പറയാൻ കാരണം. വേദം ഉപദേശിക്കുന്ന പോലെയല്ല. അതുകൊണ്ട് ഇതിലെ സാഹിത്യ സൃഷ്ടിയിലെ അപാരമായ സൗന്ദര്യം അടങ്ങിയിരിക്കുന്ന രീതിയിൽ വളരെ കൃത്യമായ ഉപമ, ഉത്പ്രേക്ഷ, രൂപകം, അതുപോലെ തന്നെ വൃത്തങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചിന്ത നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട്, അതായത് നാളെ ഒരു ദിവസം കൂടി ഉള്ളത് കൊണ്ടും, പിന്നെ എനിക്ക് ഏകദേശം 10-40 കിലോമീറ്റർ മേലെ വണ്ടി ഓടിച്ച് പോകാനുള്ളത് കൊണ്ടും നമുക്ക് ഇന്ന് അല്ലേ സുരേഷേട്ടാ 3:15 വരെ പോവാം. അതെ അല്ലേ? ഓക്കെ. നാളെ നമുക്ക് കുറച്ചും കൂടി തീരുന്നവരെടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് നാളെയാ തുടങ്ങുന്ന ദിവസം. അപ്പം അല്ല, അത് എത്ര മണിക്കാ? അതെയാ, അതെയാ. നോക്ക് പറ്റുന്നവര് അല്ലെ, നമുക്ക് അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് നാളെ ഒരു ദിവസം കൂടെ നമുക്ക് അത് തീർക്കാം. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ അതിനോട് ചേർത്ത് ഞാൻ ഒറ്റ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ജീവിതത്തിന്റെ പരമപ്രധാനമായ തത്വങ്ങളെ ഉപദേശിച്ച് ഇപ്പോഴെന്താണ് ആവശ്യം അത് കൃത്യമായിട്ട് ഭഗവാൻ അവസാന വരികളിൽ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഭഗവാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അത് ഒരു വളരെ
വളരെ ശ്രേഷ്ഠമായിട്ടൊരു ഭാഗമാണ്. അത് നമുക്ക് നാളെ എന്തായാലും കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു.